ഇത് വെറും ദുനിയാവാണ്. ഈ ദുനിയാവിലൂടെ നമ്മൾ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടിയല്ല മരിക്കുന്ന നേരത്തും കൂടിയല്ല ജനിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ? നമ്മളാരും ഒരുമിച്ച് ജനിച്ചവരല്ല, ഒരുമിച്ച് തന്നെ പിരിയാനിരിക്കുന്നവരുമല്ല. ഒരുപാട് പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് എന്നർത്ഥം. അവിടെയാണ് മാറ്റം. ഏതൊരർത്ഥത്തിലുള്ള മാറ്റമാണ് നമ്മൾ കാക്ഷിക്കുന്നത്? തീർച്ചപ്പെടുത്തണം. അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ളൊരു പ്രയാണം പോലെ. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ ഫഅൻസിൽ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ നഹ്നുൽ ഉലാ ജാഊക മുസ്ലിമീന സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. മേടക്ക് പകരം മാടമാ സുബ്ഹാന, തനിച്ചേകനായി കിടക്കേണ്ടതാണ് അസ്മാന. കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ, മണ്ണിന്റെ അടിയിൽ പെട്ടതത്ഭുതമല്ലേ. സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം മഹ്ശറ, അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മഖ്ബറ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. സയ്യിദുന ഉസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ ഒലിക്കുന്നതായിരു കണ്ണുകൾ ക്ഷണം തന്നെ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ സഹാബത്തിനോടൊരു കടങ്കഥ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലയോ സഹാബികളെ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറാണ് നിങ്ങളുടെ ശരീരവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നത്. എന്നാൽ നിങ്ങൾ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളുടെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതേതെന്നറിയുമോ? സഹാബത്ത് ഇങ്ങനെ ആശങ്കാകുലരായി നോക്കി നിൽക്കുന്നതിന്റെ ഇടയിലാണ് പരിശുദ്ധ റസൂലിന്റെ തന്നെ മറുപടി, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അത് മരണമാണ്, മരണമാണ്. യാത്രക്കിടയിൽ മരണം, മൗനത്തിനിടയിൽ മരണം, ഇരുത്തത്തിനിടയിൽ മരണം, സംസാരത്തിനിടയിൽ മരണം, കുടിക്കുന്നതിനിടയിൽ മരണം, ഉറക്കുന്നതിനിടയിൽ മരണം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണം. ഓരോ മീസാൻ കല്ലിനും ഓരോ പ്രായമാണ്, ഓരോ മൈലാഞ്ചി കൊമ്പിനും ഓരോ പ്രായമാണ്. ഈ മീസാൻ കല്ലിന്റെ ചോട്ടിൽ കിടക്കുന്ന മനുഷ്യൻ അത് 20 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ്. അപ്പൊ നമ്മുടെ കൂടെ വന്നവര് നമ്മളോട് ചോദിക്കാൻ, 20 വയസ്സുകാരനായ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ അപ്പുറത്തുള്ള ഖബർ ആരുടേതാണ്? അത് ഈ നാട്ടിലുള്ള 25 വയസ്സുകാരിയായ യുവതിയുടെ ഖബറാണ്. അപ്പുറത്തുള്ളതോ അത് 30കാരന്റെ ഖബർ, തൊട്ടപ്പുറത്തുള്ളതോ അത് 40കാരിയുടെ ഖബർ. ഖബറുകൾക്ക് പോലും പ്രായമില്ല. അതുകൊണ്ട് ഇന്ത്യ കണ്ട സൂഫിയായ ഒരു പണ്ഡിതൻ പറഞ്ഞു പോയി, നമ്മുടെ ഖബർസ്ഥാനിലെ പള്ളിക്കാട് മതി ദുനിയാവ് എന്ത് എന്ന് ഓർമ്മപ്പെടുത്താൻ. അവിടെയാണ് ഔലിയാക്കന്മാരെ തിരിച്ചറിയേണ്ടത്. ഇന്നലില്ലാഹി ഇബാദൻ ഫൂതനാ ത്വല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ.
نظروا فيها ولما علموا أنها ليست لحيهم وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا. ഇത് ദുനിയാവാൻ. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിനൊക്കെ എത്ര കൊല്ലത്തെ ഗ്യാരണ്ടിയാണ്? ഇതിന്റെ നിർമ്മാതാവായ മനുഷ്യ, നമുക്കുള്ള ഗ്യാരണ്ടി എവിടെയാണ്? ഈ ശബ്ദോൽപാദന സംവിധാനത്തിനുള്ള ഗ്യാരണ്ടി എത്രയാണ്? ഇതിന്റെ നിർമ്മാതാവായ മനുഷ്യ, നിന്റെ ഗ്യാരണ്ടി എവിടെയാണ്? ലോകത്ത് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനമാണ് മനുഷ്യൻ. ഒരു സുരക്ഷിതമില്ലാത്ത സാധനമാണ് മനുഷ്യൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ ദേശാടന പക്ഷികളെ? ആ ദേശാടന പക്ഷികൾ ഒരു നാട്ടിലേക്ക് വിരുന്ന് വരികയാണെങ്കിൽ ആ നാട്ടുകാർക്ക് സമാധാനിക്കാം എന്നാണ്. കാരണം പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കാണ് ദേശാടന കിളികൾ വരിക. ദേശാടന കിളികൾ ഒരു നാട്ടിൽ നിന്ന് പെട്ടെന്ന് പാറിപ്പോകുകയാണെങ്കിൽ നമ്മളൊന്ന് ഭയപ്പെടണം. കാരണം അഭ്യസ്തവിദ്യനായ മനുഷ്യനേക്കാൾ പ്രപഞ്ചത്തെ പഠിക്കാൻ അല്ലാഹു തആല സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത പക്ഷി എന്തോ ഒരു അസ്വാഭാവികത വായിച്ചിട്ടാണ് പാറിപ്പോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2004 ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ സുനാമി വന്ന് ആഞ്ഞടിച്ചപ്പോ മരിച്ചുപോയ മനുഷ്യന്മാരുടെ കബന്ധങ്ങളെ കൊണ്ട് കടപ്പുറം ചീഞ്ഞളിഞ്ഞപ്പോ ആകാശഗംഗയിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്ന കഴുകന്മാര് മനുഷ്യന്റെ ശവശരീരങ്ങളെ കൊത്തി വലിച്ചപ്പോ മൃതദേഹമായി പോയ മൃഗങ്ങൾ കുറവായിരുന്നു. പ്രകൃതിയുടെ പൾസവക്ക് വായിക്കാൻ സാധിച്ചു. സുമാത്രയിലെ ഒരു കഥ തന്നെ ഇംഗ്ലീഷ് പത്രം എഴുതിയിരുന്നു. എന്ത്? ഇന്തോനേഷ്യയിലെ തീരദേശത്തിലൂടെ ടൂറിസ്റ്റ് ആയ ഒരു ബ്രിട്ടീഷ് സായിപ്പ്, അദ്ദേഹത്തിന്റെ ഭാര്യ കൂടെയുണ്ട്, പിന്നെ അവരുടെ കൂടെ അദ്ദേഹത്തിന്റെ വളർത്തുപട്ടിയുണ്ട്. ബ്രിട്ടീഷുകാർക്ക് അവരുടെ പെറ്റ്സിനെ, വളർത്തുപട്ടികളെ, വളർത്തുമൃഗങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സംസ്കാരമാണ് അവിടുത്തെ സംസ്കാരം. ഇദ്ദേഹത്തിന്റെ കൂടെ വളർത്തു പട്ടിയുണ്ട്, ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുണ്ട്. ഇവരൊന്നിച്ച് ഇന്തോനേഷ്യയുടെ തീരപ്രദേശത്തിന്റെ മനോഹരമായ കാഴ്ച കണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ വളർത്തു പട്ടി ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൊതറുകയാണ്. ഒരു കാര്യം പിടുത്തം കിട്ടില്ല. വർഷങ്ങളായി നമ്മൾ ഈ വളർത്തുപട്ടിക്കെല്ലാം കൊണ്ടും കൊടുത്തും നൽകിക്കൊണ്ട് ഇതിനെ പരിപാലിച്ചു പോവാൻ. ഇത്ര കാലമായിട്ട് യജമാനനായ എന്നോടത് മോട്ട് കാണിച്ചിട്ടില്ല. ഇത്ര കാലമായിട്ട് എന്നോട് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തോട് വിസമ്മതം പ്രകടിപ്പിച്ചിട്ടില്ല. ഭാര്യയോട് ഇദ്ദേഹം പറഞ്ഞു, നമ്മുടെ വളർത്തുപട്ടിക്ക് എന്തോ ഒരു അസ്വാഭാവികതയുണ്ട്, എന്തോ കുഴപ്പമുണ്ട്. ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അതിനെ റിലീസാക്കി വിട്ടാളി, അതിന്റെ അസ്വസ്ഥത കഴിഞ്ഞിട്ടത് തിരിച്ചു വന്നോളും. ഈ പട്ടി അതിനെ തുറന്നു വിട്ടതോടുകൂടെ ഓടുകയാണ്. എവിടേക്ക്? ശൂന്യതയിലേക്ക് കണ്ണും നട്ട് തിരിച്ചോടുകയാണ്. ബാക്കിലേക്കാ ഓടുന്നത്, മുന്നിൽ കടലാണ്. അവസാനം ആ പട്ടിക്കൊരു ബോധം, എന്റെ യജമാനനും യജമാനത്തിയാണല്ലോ അവിടെ ഉള്ളത്, അവരൊന്ന് രക്ഷപ്പെടണേ. അപ്പൊ ദൂരെ നിന്ന് ഈ പട്ടി കുരച്ച് അവരെയും വിളിക്കുകയാണ്. ഇവർക്കത് മനസ്സിലാവണ്ടേ, ഈ പട്ടി ഓടി മറയേണ്ടതും ഭീമാകാരമായ ഹിമാലയ സാനുക്കളെ പോലെയുള്ള തിരമാലകളുടെ പടുകൂറ്റൻ തിരമാല ഇന്തോനേഷ്യയുടെ സുമാത്രയെ നക്കി തുടച്ചതും ഞൊടിയിടയിലായിരുന്നു. ദൃസാക്ഷികളായ ആളുകൾ പഠനം നടത്തിയിട്ട് പറഞ്ഞുപോയി, ഈ വളർത്തു പട്ടിക്ക് കൊടുത്ത അള്ളാഹു കൊടുത്ത ബുദ്ധി പോലും എല്ലാം നേടിയ നമുക്ക് അള്ളാഹു തആല തന്നിട്ടില്ല. നമ്മുടെ ശ്വസന നാസാരന്ധ്രങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത് ദുനിയാവാണ്. അതുകൊണ്ട് ഇത്രേ നമുക്ക് ശ്വസിക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം. പിന്നെ കള്ളനെ പിടിക്കണമെങ്കിൽ കള്ളൻ പെരുമാറിയ സ്ഥലത്തിന്റെ സ്മെല്ല് പിടിച്ചിട്ട്, ആള് പോയ റൂട്ടിലൂടെ അദ്ദേഹത്തിന്റെ ഗന്ധം പിടിച്ചിട്ട് ആളെ പിടിക്കണമെങ്കിൽ സയൻസും ടെക്നോളജിയും പഠിച്ച മനുഷ്യ, നിന്റെ സകലമായ ടെക്നോളജി അവിടെ എടുത്തു വെക്കണം. തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട മുഹല്ലതായ നജസായ നായയെ നിനക്ക് ശരണം തേടണം. അതുകൊണ്ടാണ് അയോധന കലകളിലൊക്കെ എല്ലാ പ്രാവീണ്യവും തെളിയിച്ച പോലീസുകാർക്ക് ഒരു സ്ക്വാഡ് ഉണ്ടാകും. ആ സ്ക്വാഡിന്റെ പേരാണ് ഡോഗ് സ്ക്വാഡ്. നമുക്ക് നായയുടെ മുമ്പിൽ പോയി ചമ്രം പടിഞ്ഞിരിക്കേണ്ടി വന്നു. എന്തിന്? ഒരു തെളിവിന്റെ അംശം കിട്ടാൻ. പുൽച്ചാടി എന്ന് പറയുന്ന ജീവി സ്വശരീരത്തിന്റെ 36 ഇരട്ടി മുകളിലേക്ക് ചാടുമത്രേ. നമ്മൾ പുൽച്ചാടിയെ കാണുമ്പോൾ എത്ര നിസ്സാരമായിട്ടാണ് അതിനെ നോക്കുന്നത്. പുൽച്ചാടി, നീ ഒരു ജീവി, വെറും ജീവി. ഞാനൊരു മനുഷ്യനാണ്.
കണ്ടുപിടുത്തങ്ങളുടെ അപ്പോസ്തലൻ, ചന്ദ്രനിലേക്ക് നീൽ ആംസ്ട്രോങ്ങിനെ പറഞ്ഞയച്ചവൻ, ചൊവ്വയിലേക്ക് പാത്ത് ഫൈൻഡർ പറഞ്ഞയച്ചവൻ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ സാറ്റേൺ വിക്ഷേപണം നടത്തിയവൻ, അവനാണ് ഞാൻ. അവന്റെ പിന്മുറക്കാരനാണ് ഞാൻ. അവന്റെ ജനുസ്സിൽപ്പെട്ടവനാണ് ഞാൻ. പുൽച്ചാടി, നിനക്ക് എന്തിനു കഴിയും എന്ന് ചോദിക്കുമ്പോ മൗനമായി പുൽച്ചാടി പറയുന്ന ഒരു കഥയുണ്ട്. ഞാൻ എന്റെ സ്വന്തം ശരീരത്തിന്റെ 36 ഇരട്ടി മുകളിലേക്ക് ചാടാൻ കഴിയുള്ളവനാണ്. അതിൽ മനുഷ്യൻ പരിമിതനാണ്. നമ്മുടെ നാട്ടിലുള്ള തള്ളപ്പശു, ആ തള്ളപ്പശുവിന്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഉമ്മ ഗർഭം തുടങ്ങി, തള്ളപ്പശുവും ഗർഭിണിയാണ്, മാതാവും ഗർഭിണിയാണ്. ലക്ഷ്മിക്കുട്ടി അമ്മയുടെ ആലയിലുള്ള തള്ളപ്പശു തന്റെ കുഞ്ഞു പശുവിന് ജന്മം കൊടുത്താല് ആ പശുക്കിടാവ് ഉടനെ തന്നെ അന്ന് വൈകുന്നേരം തന്നെ തള്ളമാതാവിന്റെ കൂടെ ദുനിയാവിലൂടെ നടക്കാൻ തുടങ്ങി. ആമിനത്താത്തൊന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി ഒന്ന് എണീറ്റിക്കണമെങ്കിൽ എത്ര കാലം ചീർണിയായിട്ട് ആമിനത്താത്താന്റെ സഹോദരിമാര് വന്നാണ്ട് ചോദിക്കടി എന്റെ കുട്ടി ഇപ്പൊ എന്തെടുക്കുന്നു, ഒന്ന് കൗലെന്ന് പറയും, ഒന്ന് മലന്നെടുക്കുമെന്ന് പറയും, ഒന്ന് മുട്ടുകുത്തൊന്ന് പറയും, ഒന്ന് എണീറ്റ് നിൽക്കും, പിന്നെ ഒന്ന് വീണു പോകും. ആ നേരത്തൊക്കെ ലക്ഷ്മിക്കുട്ടിയടുത്തിയുടെ പശുക്കിടാവ് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. ഇതാണ് മനുഷ്യൻ. നമ്മുടെ ലിമിറ്റേഷൻസിന്റെ ഇടയിലാണ് എല്ലാ സ്ഥലത്തും. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ ലഈഫ്, ബലഹീനൻ, കംസോർ, ബലം കുറഞ്ഞവൻ, ബലഹീനൻ എന്ന പദപ്രയോഗം അല്ലാഹു തആല ഉറുമ്പിനെ പറ്റി നടത്തിയിട്ടില്ല. ഉറുമ്പിന് വേണ്ടി ഒരു അധ്യായം നീക്കിവെച്ച തമ്പുരാൻ. സൂറത്തുൻ നംൽ, ഉറുമ്പിന്റെ പേരിൽ ഒരു അധ്യായം. സൂറത്തുൻ നഹൽ, തേനീച്ചയുടെ പേരിൽ ഒരു അധ്യായം. ആരാണ് പിന്നെ ബലഹീനൻ? ഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യ നീയാണ് ബലഹീനൻ. ഇപ്പൊ ഇതാ ഒരു വലിയ പ്രളയം നമ്മുടെ നാടിനെ നക്കിത്തുടച്ച് കടന്നുപോയിരിക്കുകയാണ്. ഭാരതപ്പുഴ അതിന്റെ രൗദ്രഭാവം മുഴക്കി കടന്നു വന്നു. ചാലിയാർ പുഴ അതിന്റെ രൗദ്രഭാവം മുഴക്കി കടന്നു വന്നു. തൂതപ്പുഴ കടന്നു വന്നു. കുന്തിപ്പുഴ കടന്നു വന്നു. ഒരുപാട് പുഴകൾ അവയുടെ നാവ് നീട്ടി നമ്മുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നു വന്ന് തിരിച്ചു പോയിരിക്കുകയാണ്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. എല്ലാം അല്ലാഹുവാൻ. അവൻ കണ്ട് എന്ന് വിചാരിക്കുന്നവനെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നവനും അവനാണ്. രമ്യകർമ്മങ്ങൾ പണിത ആളുകൾ ആലുവയിലും ആലപ്പുഴയിലും കുട്ടനാട്ടിലും ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും കൊല്ലത്തും ഒക്കെ ടാർപോളിൻ നിലത്ത് വിരിച്ചിട്ട് ടെന്റിൽ പോയി കിടക്കുമ്പോ ഞാൻ രമ്യകർമ്മങ്ങളിലെ ശീതീകരിച്ച റൂമിൽ കിടന്നവനാണെന്ന ബോധം അവന് അല്പം പോലും തൊട്ട് തീണ്ടിയിട്ടില്ല. ആ ദുരിതാശ്വാസ ക്യാമ്പിന്റെ അകത്ത് APL ഇല്ല, BPL ഇല്ല, ഒരു വർഗീകരണം പോലുമില്ല. അവിടെ എല്ലാം മനുഷ്യരാണ്. അവിടെ എല്ലാം ഉടയ തമ്പുരാനായ അല്ലാഹുവിന്റെ ദാസന്മാരാണ്, ദൂതന്മാരാണ്, അടിമകളാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. അപ്പൊ നന്നായി പണിയെടുക്കണം. ഇത് ദുനിയാവാൻ. ഈ ദുനിയാവ് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ദുനിയാവിലെ ആഖിറത്തിലേക്ക് തുലനം ചെയ്ത് നോക്കുമ്പോൾ ദുനിയാവ് ഒന്നുമല്ല. അപ്പൊ ദുനിയാവ് നിസ്സാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ആഖിറം എന്താണ് എന്നുള്ളത് കൂടി നമ്മളെ കുട്ടികളെ നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, പരലോകത്തെ മഹ്ശറയിലെ ഒരു ദിവസത്തെ പറ്റി 70,000 വർഷം എന്നിവരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അഥവാ അക്കോർഡിംഗ് ടു ദുനിയാവിലേക്ക് ചേർത്ത് നോക്കുകയാണെങ്കിൽ മഹ്ശറിലെ ഒരു ദിവസം അത് ദുനിയാവിലെ 70,000 വർഷമാണ്.
ദുനിയാവിലെ 70,000 വർഷത്തോട് കടപിടിക്കാൻ മഹ്ശറയിലെ ഒറ്റ ദിവസം മതി, ഒറ്റ ദിവസം. എന്നിട്ടാണ് മഹ്ശറയിലേക്ക് ചേർത്തി നോക്കുമ്പോ ഒന്നുമല്ലാത്ത ഒരു 60 കൊല്ലം. ആകെ ആയുസ് ഒരു 50 കൊല്ലം, ആകെ ആയുസ് ഒരു 40 കൊല്ലം. ആ ശുഷ്കമായ കാലഗതികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ മത്സരിക്കുന്നത്. അതാണ് ചോദിച്ചത്. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ നാം വൃഥാ. നമ്മൾ ഇടയിൽ ഇങ്ങനെ കണ്ടുകൊടുക്കുന്നതിൻ്റെ ഇടയിൽ എന്തിനാണ് മനുഷ്യ നമ്മളൊന്ന് മത്സരിക്കുന്നത്? ഒന്ന് സ്വതന്ത്രമായിട്ട് ചിന്തിച്ചൂടെ എന്നർത്ഥം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ലമ്മത്തുൽ മലായിക വലമ്മത്തു ശൈത്വാൻ. ഏതൊരു മനുഷ്യനും ഒരു പിശാചിന്റെ വാസനുണ്ട്, ഒരു മലക്കിന്റെ വാസനുണ്ട്. പിശാചിന്റെ ഇൻഫ്ലുവൻസ്, മലക്കിന്റെ ഇൻഫ്ലുവൻസ്. ലിൽ ഇൻസാനി ലമ്മത്തും മിനൽ മലായിക വലമ്മത്തും മിനശ് ശൈത്വാൻ. ഏതൊരു മനുഷ്യനും ഒരു മലക്കിന്റെ സ്മെല്ലുണ്ട്, ഒരു പിശാചിന്റെ സ്മെല്ലുണ്ട്. നമ്മുടെ മലക്കിന്റെ സ്മെല്ല് നമുക്ക് സ്വാധീനം കൂട്ടുമ്പോൾ നമുക്ക് നന്മയിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ സാധിക്കുന്നു. നമ്മുടെ പൈശാചികമായ സ്മെല്ല് നമ്മിൽ സ്വാധീനം കൂട്ടുമ്പോ നമ്മൾ നന്മയെ മറക്കുന്നു, നമുക്ക് തിന്മയിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ സൗജത്ത്, അവളുടെ പേരും അവളുടെ സ്ഥാനവും ഒക്കെ ഒരേപോലെയാണ്. ഇസ്ലാം മതത്തിൽ സൗജത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഭാര്യ എന്നാണ്. ഈ പമ്പർന്നോളെ പേരും അതന്നെയാണ്, ഈ പമ്പർന്നോൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം അതന്നെയാണ്. ഈ ഭാവിയിൽ ഏതെങ്കിലും ഒരു ഭർത്താവിന് ഏതെങ്കിലും ഒരു ഭാര്യ എന്തെങ്കിലും കാട്ടിക്കഴിഞ്ഞാൽ പോലീസ് FIR അപ്പം തന്നെ എഴുതും, സൗജത്തിന്റെ അക്രമം ഏറ്റിട്ട് ഭർത്താവിന് പരിക്കുന്ന എഴുതിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഇനി മനുഷ്യൻ രക്ഷപ്പെടാനുള്ള പോംപടി എന്ന് പറഞ്ഞാല് ചെയ്യലല്ല, ചെയ്യാതിരിക്കുക. കുറെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയെ, എനിക്ക് സ്വർഗത്തേക്ക് അങ്ങയുടെ കൂടെ പോകണം, അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ ചെയ്യണം എന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാ മതി, എന്റെ കൂടെ സ്വർഗത്തിൽ കയറാം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഏതൊക്കെയാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്? ഇദാ ഹഫിൽത ഖൽബക മിനൽ ഹസദ്, നിന്റെ ശരീരത്തെ ഹസദിൽ നിന്ന് നീ ഒന്ന് കാത്തു രക്ഷിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തെ ഇദാ ഹഫിൽത ഖൽബക മിനൽ ഹസദ്, ഹസദിൽ നിന്ന് നമ്മുടെ കൽബിനെ നമ്മൾ രക്ഷപ്പെടുത്തുക. ഞാൻ പറയട്ടെ, നമുക്കൊരു തുള്ളി ബ്ലഡ് കൊടുത്തിട്ട് ബീരാഞ്ചിറ അങ്ങാടി പോയിട്ട് ലാബ് ടെക്നീഷ്യന്റെ കയ്യിൽ ആ തുള്ളി ബ്ലഡ് ലാബിൽ കൊണ്ടുപോയി കൊടുത്താല് നമ്മുടെ കൊളസ്ട്രോളിന്റെ അളവ് കിട്ടും, നമ്മുടെ ഷുഗറിന്റെ അളവ് കിട്ടും, നമ്മുടെ പ്രഷറിന്റെ അളവ് കിട്ടും, നമ്മുടെ യൂറിക് ആസിഡിന്റെ അളവ് കിട്ടും, നമ്മുടെ ക്രിയാറ്റിന്റെ അളവ് കിട്ടും. നമ്മുടെ ഹ്യൂമൻ അനാറ്റമിയുടെ എല്ലാ ഡയഗ്നോസും നടത്തിത്തരാൻ ഇന്നത്തെ ലാബ് സംവിധാനങ്ങൾ സജ്ജമാണ്. അതിനകത്താണ് നമ്മൾ കൊടികൊള്ളുന്നത്. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഹസദിന്റെ അളവ്, നമ്മുടെ അസൂയ, നമ്മുടെ കിബറിന്റെ അളവ്, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഉജ്ജബ്, നമ്മുടെ റിയാ, നമ്മുടെ സുമഅത്ത്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത്. ബാസ് കുറച്ച് ഡിലേയും കുറക്കുക, ബാസും കുറക്കുക. അപ്പൊ ഈ അളവുകൾ എങ്ങനെയാണ് മനുഷ്യന് തിട്ടപ്പെടുത്താൻ സാധിക്കാൻ? ഇല്ല. അപ്പൊ ഹസദ് എന്ന് പറയുന്നത് ശരിക്കും കൊളസ്ട്രോളിനേക്കാളും ഷുഗറിനേക്കാളും ക്രിറ്റിക്കലായ ഒരു അസുഖമാണ്, വലിയ അസുഖമാണത്. പക്ഷെ അത് ഇന്റേണലാണ്, നോട്ട് എക്സ്റ്റേണൽ. ഖൽബിയായ അംറാദുൽ ഖുലൂബ്, തസവ്വുഫിന്റെ കിതാബിൽ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെപ്പറ്റി പറഞ്ഞത് അംറാദുൽ ഖുലൂബ്, അത് ഹൃദയ രോഗങ്ങളാണ്. മനുഷ്യന്റെ ഹൃദയങ്ങൾ ഒരുപാട് ഗൗരവമായ രോഗങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അതിൽ പെട്ടതാണ് അസൂയ. അസൂയ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു താരീഫ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ, വാട്ട് ഡു യു മീൻ ബൈ അസൂയ? വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് അസൂയ? ഇപ്പോ ഇത് പറയാനും കേൾക്കാൻ അസൂയ പാടില്ല എന്ന് പറയാൻ നല്ല സുഖാണ്, അസൂയ പാടില്ല എന്ന് കേൾക്കാൻ അതിലേറെ സുഖാണ്. പക്ഷെ അസൂയല്ലാതൊന്ന് ജീവിക്കാനുള്ള റിസ്ക് എത്രയാണ്? അതെന്താ, കമ്പാരിറ്റീവ്ലി നമ്മളെങ്ങനെ അസൂയ എന്ന് പറയുന്ന, ഹസദ് എന്ന് പറയുന്ന രോഗം മെല്ലെ മെല്ലെ പതിയെ പിടികൂടുകയാണ്. അസൂയന്റെ നിർവചനം തന്നെ ഇതാണ്, എനിക്ക് ഞാണ്ട് ഇല്ലെങ്കിലും ശരി, അവനുണ്ടാകാൻ പാടില്ല, അവൾക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമുക്ക് ഉണ്ടായിട്ട് നമുക്ക് സമാധാനം ഉണ്ടാകുകയാണെങ്കിൽ അതൊരു നിഅമത്ത് വളരെയല്ലേ? അതല്ല, തൻ്റെ അസ്വസ്ഥത തനിക്കുള്ളതോ തനിക്കില്ലാത്തതോ അല്ല, പിന്നെ മറ്റുള്ളവന് ഉണ്ടായി എന്നുള്ളതാണ് തൻ്റെ അസ്വസ്ഥത. അതാണ് അസൂയ. അങ്ങനെ ഒരു അസ്വസ്ഥത നമുക്ക് ആർക്കെങ്കിലും വരികയാണെങ്കിൽ
അള്ളാഹുവിന്റെ ദീനിന്റെ മജ്‌ലിസാകുന്ന ക്ലിനിക്കിലിട്ടിട്ട് ആ ക്ലിനിക്കാകുന്ന ലാബിലിട്ടിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്യുകയും അവിടുന്ന് തന്നെ അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കാണുകയും ചെയ്യണം, നിർബന്ധമാണ്. ഇപ്പൊ അതാണ് ഒരാള് ഒരുത്തങ്ങനെ ദ്വാരക്കാണ്, പഠിച്ചോനെ ഖുർആന്റെ ഖത്തമാക്കി കുതുബിയത്തയച്ച് എല്ലാം കഴിച്ചിട്ടോ അങ്ങനെ കുറെ കാലം ദ്വാരുന്നു, അള്ളാഹുവേ നീ എന്നെ MA യൂസുഫ് അലിയെ പോലെ ആക്കണേ. ഇയാള് കുറെ ദ്വാരുന്നു, നോട്ട് എ റിസൾട്ട്, ഒന്നുമില്ല, ഒരു ഫലമില്ല. കാരണം ഒരുപാട് ദ്വാരന്നിട്ട് MA യൂസുഫ് അലിയെ പോലെ ആകാൻ കഴിയണില്ല, മാസങ്ങളോളം വെയിറ്റ് ചെയ്തു, റിസൾട്ട് കിട്ടണില്ല. അപ്പൊ ഇയാൾ തിരിച്ചു ദ്വാരക്കാൻ തുടങ്ങി, ഖുർആന് ഖത്തമ് വേറെ നേർച്ചാക്കി, കുത്തുബിയത്ത് വേറെ നേർച്ചാക്കി, എന്നിട്ട് ശരിക്ക് ഇഖ്ലാസിൽ നല്ല തഖ്വയിലൊക്കെ കണ്ട് ഇരുന്നാണ്ട് ഇയാൾ പിന്നെ ദ്വാരക്കാൻ തുടങ്ങി. പഠിച്ചോനെ ഞാൻ ഈ നേർച്ചാക്കിയ സാധനങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ എന്നെ MA യൂസുഫ് അലിയെ പോലെ ആക്കണില്ലെങ്കിൽ അടുത്തതായിട്ടുള്ള എൻ്റെ ആംബിഷൻ, അള്ളാഹുവേ ദയവ് ചെയ്ത് MA യൂസുഫ് അലിയെ എന്നെ പോലെ ആക്കണേ. ദാറ്റ് ഈസ് വാട്ട് ഈസ് അസൂയ. അതിലിപ്പോ നമുക്ക് എന്ത് കിട്ടാൻ, ലോകത്തിന് എന്ത് കിട്ടാൻ? ഇല്ല, ഒന്നും കിട്ടാനില്ല. എന്നാലും ഉണ്ടല്ലോ ഓൻ അതൊക്കെ പോയല്ലോ എന്നുള്ളൊരു സ്വസ്ഥത, അല്ലേ? അതിന് സാഡിസം എന്ന് പറയും. മറ്റുള്ളവരെ ആക്രമിക്കണേലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യണേലും അവരെ ഹാമിങ്ങും ഹേർട്ടിങ്ങും ആയിരിക്കുന്ന ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നതിലും ഒരു സന്തോഷം പ്രകടിപ്പിക്കുക. ഇത് തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അസൂയ. അപ്പോ ആ ഒരു കുശുമ്പും കുറുമ്പും നമ്മുടെ സ്വഭാവത്തിൽ വരും. നമ്മൾ ആരോട് ഇത് ഷെയർ ചെയ്യൂല. സ്വന്തം അസൂയ ഒരാളോട് ഷെയർ ചെയ്യൂല. അത് അസ്വസ്ഥതയിൽ കാണും. എന്താ, രാത്രി ശരിക്കും ഒന്ന് മലന്ന് കിടന്നിട്ട് ഉറക്കം വരില്ല, അപ്പൊ ചെരിഞ്ഞു കിടന്നിട്ട് ഉറക്കമില്ല, അപ്പൊ എന്തോ ഒരു ശ്വാസത്തിന് ഒരു തിങ്ങല്. അലർജി ഉണ്ടോ? അലർജിന്റെ കുഴപ്പമുണ്ടായിട്ടുള്ള ആസ്തമയാണോ? അതൊന്നുമല്ല, ആസ്തമ അല്ലാത്തൊരു ശ്വാസം മുട്ട്. അപ്പൊ എന്താ, അവൻ എന്തോ ഒരു വളർച്ച ഉണ്ടായി, അവൻ എന്തോ ഒരു പ്രോഗ്രസ് ഉണ്ടായി. അപ്പൊ എനിക്കത് കണ്ടിട്ട് ഒരു പിടുത്തം കിട്ടണില്ല, ഒരു ഗ്രിപ്പ് കിട്ടണില്ല. വേഗം നമ്മൾ ചികിത്സിക്കണം. അസൂയയെ ചികിത്സിക്കാനും കരിച്ചു കളയാനുള്ളത് ദിക്റാണ്. ശരിക്ക് ഇപ്പോ LDL കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടിയെന്ന് അറിഞ്ഞാൽ എത്ര ചെറുപ്പക്കാരെ രാത്രി 3:30 മണിക്ക് അലാറം വെച്ചിട്ട് 3/4 ട്രാക്ക് സ്യൂട്ട് ഇട്ടിട്ട് ഈ വീരാഞ്ചർ അങ്ങാടി കൂടെ ഓടണത് എന്തേ? ഇതൊന്ന് കുറഞ്ഞു കിട്ടാൻ, ഇത് കുറഞ്ഞു കിട്ടാനുള്ള തൃഷ്ണയാണ്. അതിലും വലിയ തൃഷ്ണ നമ്മൾ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുകയാണ്. പരിശുദ്ധ സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കാരണം പരിശുദ്ധ റസൂലേ എന്ന് പറയുമ്പോ ലോകത്തിന്റെ ആചാര്യനായ ഗുരുനാഥൻ കൊടുക്കുന്ന മറുപടി, ഇദാ ഹഫിൽത ഖൽബക മിനൽ ഹസദ്, നിന്റെ ശരീരത്തെ അസൂയയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തന്നാൽ എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കയറാം. അപ്പൊ നമുക്ക് സ്വർഗം കിട്ടാനുള്ള തടസ്സം വരെ ഈ സാധനമാണെങ്കിലോ നമ്മൾ ഒരാളോട് പറഞ്ഞിട്ടില്ല. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, മരുന്ന് കുടിക്കും, മെഡിസിൻ കഴിക്കും. പക്ഷെ ഇത് നമ്മൾ ഒരാളോട് ഷെയർ ചെയ്തിട്ടില്ല, ഒരാൾ അറിഞ്ഞിട്ടില്ല. ഈ അസ്വസ്ഥത അതാണ് കാരണം. ഇത് അവസാനം മനുഷ്യ ശരീരത്തെ തന്നെ വിറകിനെ കാർന്നു തിന്നുന്നത് പോലെ മനുഷ്യ ശരീരത്തെ തന്നെ അസൂയ എന്ന് പറയുന്ന അസുഖം കാർന്നു തിന്നുന്നതാണ്. അതെല്ലാം നിൽക്കും, ഫിസിക്കലി മാത്രമല്ല, നമ്മുടെ ആത്മീയ ഭാഗങ്ങളെ വരെ അത് ബാധിക്കും എന്നർത്ഥം. പിന്നെ ഈ സഹാബിയോട് നബി തങ്ങൾ രണ്ടാമതായി പറഞ്ഞ കണ്ടീഷൻ, വലിസാനക മിനൽ ഗീബ, നിന്റെ നാവുണ്ടല്ലോ, ആ നാവിനെ ഗീബത്തിൽ നിന്ന് നീ കാത്തു രക്ഷിക്കലാണ് നിനക്ക് എന്റെ കൂടെ സ്വർഗം കിട്ടാനുള്ള രണ്ടാമത്തെ ഉപാധി. ഗീബത്തിൽ നിന്ന് നാവിനെ രക്ഷിക്കുക. അപ്പൊ ഇന്ന് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണത്. എന്ത്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് രക്ഷപ്പെടണേക്കാൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നും പറയാതെ രക്ഷപ്പെടാനാണ്. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പുകൾ എടുക്കും ചിന്തിക്കേണ്ട. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ 250 മെമ്പേഴ്സ് ഉണ്ടാവും. ആവറേജാ ഞാൻ പറയുന്നത്, ചിലപ്പോൾ എബോ ആകാം, ചിലപ്പോൾ ബിലോ ആവാം. സപ്പോസ് നമ്മളിത് സങ്കല്പിക്കുക, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ 250 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇന്നൊക്കെ നമ്മളെ ചെറുപ്പക്കാർ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ എവിടെ എത്തൂല, ഗ്രൂപ്പുകൾ തീരൂല. ഈ കണക്കിനാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഗ്രൂപ്പുകൾ കിടക്കുന്നത്. ഒരാളെ പറ്റി എന്തോ ഒരു റൂമർ നമ്മൾ കേട്ടു, അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ഉടനെ തന്നെ നമ്മൾ കണ്ട ഗ്രൂപ്പിലേക്ക് അത് പോസ്റ്റ് ചെയ്തു. അപ്പോ അത് പോസ്റ്റ് ചെയ്ത് ഞൊടിയിടയിൽ 250 ആളുടെയും മൊബൈൽ ഫോണിൽ അത് എത്തി. അതിന് ചിലപ്പോൾ ഒരു സെക്കൻഡ് വേണ്ടി വന്നില്ല, ഒരു മില്ലി സെക്കൻഡ് മതിയേക്കാം, ഒരു മൈക്രോ സെക്കൻഡ് മതിയായേക്കാം, അതെത്തി. അപ്പോ ഈ ഗീബത്ത് എന്ന് പറയുന്ന സാധനത്തിന് 3G വെർഷൻ, ഗീബത്തിന്റെ 4G വെർഷൻ, ഗീബത്തിന്റെ 4G+ വേർഷൻ, അതിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഗൗരവമുള്ള വിഷയമാണ്.
രണ്ടാമത്തെ മലയാളത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ട്, മൗനം വിദ്വാനുഭൂഷണം. വേറൊരു ചൊല്ലുണ്ട്, മൗനം മന്ദനുഭൂഷണം. എങ്ങനെ ആയാലും മൗനാണ് നല്ലത്. പണ്ട് അരിസ്റ്റോട്ടിൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, സംസാരം എന്ന് പറയുന്നത് ഒരു വെള്ളിയാണ്. വെള്ളി ആഭരണത്തിന് തുല്യമാണ് സംസാരം. അപ്പോ ബുദ്ധിമാനായ അരിസ്റ്റോട്ടിലിനോട് ശിഷ്യന്മാര് ചോദിച്ചു, അപ്പൊ ഗോൾഡ് എന്താണ്? അദ്ദേഹം പറഞ്ഞു, സൈലന്റ് ഈസ് ഗോൾഡ്. മൗനമാണ് സ്വർണം. സംസാരം വെള്ളിയാണെങ്കിൽ പിന്നെ സ്വർണം മൗനമാണ്. അപ്പൊ മൗനം സ്വർണ്ണാണ്. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ ഒരു ഗ്രൂപ്പില്, അത് പൊളിറ്റിക്സ് ആവാം, അത് ഫാമിലി ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു മഹല്ലിത്തെ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഓൾഡ് സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ബാച്ചിന്റെ ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരുടെ ഗ്രൂപ്പ് ആകാം. ഗ്രൂപ്പുകൾക്ക് പഞ്ഞമില്ലാത്ത ഈ കാലത്ത് എന്തെങ്കിലും ഒരു വിവാദമായ പ്രസ്താവന ഒരാൾ ആ ഗ്രൂപ്പിൽ തന്നെ പെട്ട വേറൊരാൾക്കതിരെ തോണ്ടിയിടുകയാണ്, വെറുതെ തോണ്ടിയിടുകയാണ്. അപ്പൊ ഇത് ഗ്രൂപ്പിൽ ഇതിങ്ങനെ വീഴ്ചോണ്ടിരിക്കുന്ന ഒരാൾ ഈ വോയിസ് കേട്ടു. അപ്പോ ഈ അപരാധം പറഞ്ഞവനെതിരെ പിന്നെ ഈ മൂന്നാമനായ വേറൊരാൾ വന്നു. അവനെ പറ്റി പറയാൻ നീ ആരാ? നിന്റെ ഹിസ്റ്ററി ഒക്കെ ഞങ്ങൾക്കറിയില്ലേ? ആ ഗ്രൂപ്പ് പബ്ലിക്കായിട്ടാ പറയേണ്ടത്. അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ, ഇത് ഒരു മജ്ലിസിന്റെ സോഫ്റ്റ് കോപ്പിയാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ഇപ്പൊ ഈ ഇരിക്കുന്നത് ഒരു മജ്ലിസിന്റെ ഹാർഡ് കോപ്പിയാ, ഒരു സഭയുടെ ഹാർഡ് കോപ്പിയാണ് ഈ ഇരിക്കുന്ന നമ്മളൊക്കെ. പക്ഷേ ഇതുപോലൊരു സഭയാണ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഒരു 250 ആളുള്ള ഒരു സഭയാണ്. ആ സഭയിൽ ആ സഭക്ക് നിരക്കാത്തതെല്ലാം, സഭക്ക് അനുയോജ്യമല്ലാത്തതൊക്കെ അസഭ്യമാണ്, സഭ്യേതരമാണ്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധനായ ശിഷ്യനോട് എന്റെ കൂടെ സ്വർഗത്തിൽ കയറാനുള്ള ഉപാധി പറഞ്ഞ രണ്ടാമത്തെ ഉപാധി എന്താണ്? വലിസാനക മിനൽ ഗീബ, ഗീബത്തിൽ നിന്ന് നിന്റെ നാവിനെ രക്ഷപ്പെടുത്തലാണ്. അമ്പ് കൊണ്ടുള്ള ആവരണം കാലത്താൽ നികത്തിടും, കൊമ്പുകൾ കണ്ടിച്ചാലും പ്രതാപം കിളിർത്തിടും. കാട്ടുതീ വന്നാൽ വനം പിന്നെയും തളിർത്തിടും. കേട്ടുകൂടാത്ത നാക്കാം ആയുധം പ്രയോഗിച്ചാൽ ജന്മങ്ങൾക്കകം പൊക്കൂ പുണ്ണായാലതു പിന്നെ. ആരാണ് നമ്മുടെ നായികമാർ? ചിന്തിക്കേണ്ട വിഷയമാണ്. ആരാണ് നമ്മുടെ നായകന്മാർ? ചിന്തിക്കേണ്ട വിഷയമാണ്. നാവിനെ സൂക്ഷിക്കലാണ് നേതൃത്വത്തിന്റെ പ്രധാനമായ ഹേതുകം എന്ന് ഇസ്ലാം. രസിക ശിരോമണിയായ കുഞ്ചൻ നമ്പ്യാര് പണ്ട് പാടിപ്പോയി, അമ്പ് കൊണ്ട് ഒരാള് മറ്റൊരാളുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ, ആന്റിബയോട്ടിക് മെഡിസിൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നിർവീര്യമാകുന്നതാണ്. ഒരു മരത്തിന്റെ കൊമ്പ് കഠാര ഉപയോഗിച്ച് നമ്മൾ ഹനിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷക്കാലം വരുമ്പോ അത് വീണ്ടും തളിർത്ത് പന്തലിക്കുന്നതാണ്. കാട്ടുതീ വന്നാൽ വനം പിന്നെയും തളിർത്തിടും. ഒരു തീ വന്നിട്ട് കാട് മുഴുവൻ നശിപ്പിച്ചു, എന്നാൽ ഒരു മഴക്കാലം വരുന്നതോടുകൂടെ വീണ്ടും അത് പഴയ പച്ചപ്പിലേക്ക് രൂപാന്തരപ്പെടുന്നതാണ്. കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചാൽ ജന്മങ്ങൾക്കകം പൊക്കൂ പുണ്ണായാൽ അതു പിന്നെ. ഒരാൾക്ക് കേൾക്കാൻ പറ്റാത്ത വാക്ക് ഒരുത്തൻ വേറൊരുത്തനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയൂല. അങ്ങനെ എത്ര കോംപ്രമൈസിങ് സിറ്റിങ്ങിന് മഹല്ല് കമ്മിറ്റിയും ബന്ധപ്പെട്ട ഒരു മസ്ലഹത്ത് ചർച്ചയ്ക്ക് ഇരുന്നാലും ശരി, അത് കുറച്ചു കാലം ഉണ്ടാവും. പിന്നെ ഒരു 5 കൊല്ലം പറയും 4 അന്ന് 5 കൊല്ലം മുമ്പ് ഇന്നെ പറ്റിയാ പറഞ്ഞ വർത്താനുണ്ടല്ലോ, അത് ജന്മണ്ടെങ്കിൽ മറക്കൂല. ആ കഴിഞ്ഞു. എല്ലാ കോംപ്രമൈസ് ചർച്ചന്റെയും വീര്യം കഴിഞ്ഞല്ലോ അതോടുകൂടെ. എന്താ? കേട്ടുകൂടാത്ത വാക്കാം ആയുധം. ജിറാഹത്തുസ്സിനാനി ലഹൽ തിആമു വലാ യൽതഹാമു മാ ജറഹൽ ലിസാനു. ആയുധം കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ശമനത്തിലേക്ക് കടന്നു പോകുന്നതാണ്. പക്ഷേ ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് ഒരാൾക്ക് മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ശമിക്കുകയില്ല. അതിങ്ങനെ ഇടക്കിടക്ക് തേട്ടിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ഉപാധി, പരിശുദ്ധ നബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കയറാൻ, വഅൈനൈക മിനൽ ഹറാം, ഹറാമിൽ നിന്ന് കണ്ണിനെ സൂക്ഷിക്കലാണ്. ഇപ്പൊ എല്ലായിടത്തും നബി തങ്ങൾ പറഞ്ഞത് അസൂയ പാടില്ല, ചെയ്യാതിരിക്കുക, ഗീബത്ത് പറയാതിരിക്കുക, ഹറാമിലേക്ക് നോക്കാതിരിക്കുക. അപ്പൊ നന്മ നോക്കണം, നല്ലത് പറയണം, നല്ലത് ചിന്തിക്കണം എന്ന് പറയുന്നതിനപ്പുറം
ഇത്തഖിൽ മഹാരിം, ഹറാമായവ ചെയ്യാതിരിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ ചെയ്യാതിരിക്കലാണ് സ്വർഗത്തേക്ക് പോകാനുള്ള ഏറ്റവും വലിയ വഴി എന്നർത്ഥം. ഒരു ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ അതാണ്. ആ ഗ്രൂപ്പിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു മസ്ലഹത്തിന് വേണ്ടി പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ വിവാദമാവുമെന്ന് കണ്ടാല് നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആരും പിണക്കാൻ പോയിട്ടില്ല, എവിടേക്കും കാര്യങ്ങൾ എത്തിയിട്ടില്ല, അപ്പൊ അതൊരു ചർച്ചയാവൂല. അപ്പൊ 100 വട്ടം ഒരു വാക്ക് ഉച്ചരിക്കുന്നതിന്റെ മുമ്പ് ചിന്തിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നീ ജീവിച്ചാൽ ദഖൽത മഈ ഫിൽ ജന്ന, നീ എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പൊ നമ്മള് ചെറിയ വാക്ക് പോലും അള്ളാഹു സൂക്ഷ്മമായി കാണുന്നുണ്ട്. നമ്മള് പ്രത്യക്ഷത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്നൊരു ഖുർആന്റെ ആയത്തുണ്ടല്ലോ, നിന്റെ റബ്ബ് നിരീക്ഷണ കേന്ദ്രത്തിലാണ്. ആ വാക്ക് മതിയല്ലോ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറുകയാണ്, ഒരു ഷോറൂമിലേക്ക് കയറുകയാണ്, ഒരു ഷോപ്പിംഗ് മാളിലേക്ക് കയറുകയാണ്, യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്നുള്ള ബോർഡ് കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ടിനോട് നമ്മൾ അടക്കം പറഞ്ഞിട്ടുണ്ട്, ബി കെയർ, ശ്രദ്ധിച്ചോ. മാനേജർ റൂമിലുള്ള മേശപ്പുറത്തെ ബിഗ് സ്ക്രീനിൽ നമ്മളെ മൂവ്മെന്റ് കാണുന്നുണ്ട്, യു ആർ അണ്ടർ CCTV സർവൈലൻസ്. അത് കാണുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ജാഗ്രത, നല്ല കെയറിങ് ആണ്. സംസാരത്തിൽ കെയറിയും ആക്ടിവിറ്റീസ് കെയറിയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. എന്നാൽ ഈ CCTV ഒക്കെ കണ്ടെത്തപ്പെടുന്നതിന്റെ 14 മുമ്പ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം ഖുർആൻ നമ്മളോട് പറയാൻ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ തമ്പുരാൻ നിരീക്ഷണ കേന്ദ്രത്തിലാണ്. വമാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്ക് പോലും നീ ഉച്ചരിക്കുന്നില്ല, റഖീബ് അതീതമാരത് റെക്കോർഡ് ചെയ്തിട്ടല്ലാതെ. എല്ലാം സൂക്ഷ്മമായി എഴുതപ്പെടുകയാണ്, എല്ലാം സൂക്ഷ്മമായി റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഈ വിചാരം ശരിക്കും നമ്മളെ കൽബിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയണം, അത് പബ്ലിക് ആവട്ടെ, അത് പ്രൈവറ്റ് ആകട്ടെ, പ്രത്യക്ഷാവട്ടെ, പരോക്ഷാകട്ടെ, നമ്മുടെ വാക്കിന് നമ്മൾ സൂക്ഷിക്കും, നമ്മുടെ നോക്കിന് അതിലേറെ സൂക്ഷിക്കും. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതും മാന്യതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതും നമ്മുടെ പൊതു മേഖലയല്ല, നമ്മുടെ സ്വകാര്യതയാണ്. അതുകൊണ്ടാണല്ലോ നബി തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ജഅൽ സരീറതനാ ഖൈറൻ മിൻ അലാനിയതിനാ വജഅൽ അലാനിയതനാ സ്വാലിഹാ. അല്ലാഹുവേ, രഹസ്യമായി ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരസ്യമായി ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ ഉത്തമമാക്കണേ തമ്പുരാനേ. പരസ്യമായിട്ട് ചെയ്യുന്ന പ്രവർത്തനം നമ്മളുടെയൊക്കെ ഉത്തമം തന്നെ കാരണം ഒരു പബ്ലിക്കിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ ഡ്രസ് കോഡ് നമ്മൾ ശ്രദ്ധിക്കും, പെർഫ്യൂം നമ്മൾ ഉപയോഗിക്കും, ബ്യൂട്ടി ടിപ്സ് നമ്മൾ ഉപയോഗിക്കും, പ്രയോഗിക്കുന്ന ഭാഷ നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ നോട്ടം നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ ഭാവം നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ തന്നെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ എന്നെ ശ്രദ്ധിക്കാൻ കുറെ ആൾക്കാരുണ്ട് എന്നത് കൊണ്ടാണ് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്ന് നമുക്ക് തോന്നലുണ്ടാക്കുന്ന ഒരു ഇടം നമ്മുടെ ജീവിതത്തിൽ പല മേഖലയിലുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കുന്ന സ്മാർട്ട് ഫോണുമായിട്ട് ആരോരുമില്ലാത്തൊരു ഇരുട്ടിന്റെ മറവില് വാതിൽ കതകിട്ടടച്ചിട്ട് നമ്മുടെ പ്രൈവറ്റ് റൂമിൽ നമ്മളെ ശല്യം ചെയ്യാൻ ഒരാളും വരൂല. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങൾ തണുപ്പിന്റെ കട്ടിക്കരിമ്പടം പൊതിച്ച് കൂർക്കം വലിച്ചുറങ്ങാണ് എന്ന് തോന്നുമ്പോ എല്ലാ സംവിധാനത്തിന്റെയും കവാടമാണ് ഒരു ചെറുപ്പക്കാരിയുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു അവനെ നോക്കാൻ, അള്ളാഹു അവനെ നിരീക്ഷിക്കാൻ. എന്റെ അടിമയുടെ പ്രൈവസി എങ്ങനെയുണ്ട്? അലാനിയത്തല്ല, സിറ്. അലാനിയത്ത് എല്ലാവരുടെയും നന്മയാണ്. അവിടെയാണ് നബി തങ്ങൾ അന്ന് ദുആ ചെയ്യാൻ നമ്മളെ ചെറുപ്പക്കാരോട് പറഞ്ഞത്, അല്ലാഹുമ്മ ജഅൽ സരീറതനാ, ആരും ശ്രദ്ധിക്കാനില്ലാതെ ഒറ്റക്കിരിക്കുമ്പോ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ സ്വകാര്യതയെ നീ ആക്കണേ തമ്പുരാനെ. ഖൈറൻ മിൻ അലാനിയതിനാ, എല്ലാരും ശ്രദ്ധിക്കാനുണ്ടാകുന്ന ഒരു പബ്ലിക് മേഖലയിൽ ഞങ്ങൾ ചെയ്യുന്ന പരസ്യ പ്രകടനങ്ങളെക്കാൾ ഖൈറാക്കണേ തമ്പുരാനെ. എന്നിട്ട് പറയാൻ, വജ്അൽ അലാനിയതനാ സ്വാലിഹാ, ഞങ്ങൾ പരസ്യമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നീ ഉത്തമമാക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഇത് പറയുന്ന ഈ ദുആ സ്വീകരിക്കപ്പെട്ട അടിമ എവിടെ പേക്കാനാണ്? അല്ലെങ്കിൽ നമ്മൾ റബ്ബിന്റെ അടുക്കുന്ന ഗ്യാരണ്ടി വാങ്ങി വരാൻ. ഒരു ദിവസം തുടങ്ങണ എങ്ങനെയാണ്?
اللهم اجعل صباحنا هذا صباح الصالحين. എന്റെ ഇന്നത്തെ പ്രഭാതം സ്വാലിഹീങ്ങളുടെ പ്രഭാതാക്ക് റബ്ബേ. സുബഹി നിസ്കരിച്ച ദുആ ആണ്. വഅൽസിനതനാ അൽസിനതദ്ദാകിരീൻ. ഈ അവയവത്തിലേക്ക് വന്നു. നിന്റെ നാവ് ദിക്ർ ചൊല്ലുന്നവരുടെ നാവാകണേ. വഖുലൂബനാ ഖുലൂബൽ ഖാശിഈൻ. ഹൃദയം. ലോക ഹൃദയ ദിനം ഇപ്പൊ കഴിഞ്ഞുപോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ മുഷ്ടി ഇങ്ങനെ ഒന്ന് ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഷ്ടിയുടെ വലിപ്പം എത്രയാണോ അതേ വലിപ്പമാണ് എൻ്റെ ഹൃദയത്തിന്. നിങ്ങളുടെ മുഷ്ടി നിങ്ങളൊന്ന് ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ മുഷ്ടിയുടെ വലിപ്പം എത്രയാണോ അതേ വലിപ്പമാണ് നിങ്ങളുടെ ഹൃദയത്തിന്. എന്നിട്ടും നബി തങ്ങൾ അതിനെപ്പറ്റി പറയുകയാണ്, ഇന്ന ഫിൽ ജസദില മുദ്ഗ. നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ചവച്ചരക്കാൻ പാകത്തിലുള്ള ഇത്ര വലിപ്പമുള്ള ഒരു മാംസപിണ്ഡമുണ്ട്. ഇതാ സലഹത്. ആ മാംസപിണ്ഡമെങ്ങാനും ശരിയായി കഴിഞ്ഞാൽ സലഹൽ ജസദു കുല്ലു. നിങ്ങളുടെ ശരീരമാസകലം ശരിയായി. വഇദാ ഫസദത്. ആ മാംസപിണ്ഡമെങ്ങാനും മോശമായി കഴിഞ്ഞാൽ ഫസദൽ ജസദു കുല്ലു. നിങ്ങളുടെ ശരീരം മുഴുവൻ മോശമായി. അലാ, നിങ്ങൾ അറിയണം, വഹിയൽ ഖൽബ്. അതാണ് ഹൃദയം. അല്ലാഹു തആല ഈ ഖൽബിന് കൊടുത്ത പേര് നോക്കുങ്ങൾ. ഖൽബ്, ഖൽബ്, ഹൃദയം. അപ്പൊ ഖലബ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മറിഞ്ഞു. ആ ഖലബ എന്നുള്ള അറബി വാക്കെന്നാണല്ലോ ഇൻഖിലാബ് എന്നുള്ള അറബി സ്റ്റേറ്റ്മെന്റ് വന്നതും പിൽക്കാലത്ത് അതൊരു മുദ്രാവാക്യമായതും. ഇൻഖലബ, ഇൻഖലബൽ ഹാൽ. ഹാല് മാറി, ഉള്ള അവസ്ഥ പോയി വേറെ അവസ്ഥ വരട്ടെ എന്നാണ് ഇൻഖിലാബ് എന്ന അറബി വാക്കിന്റെ അർത്ഥം. അപ്പൊ ഖലബ, മറിഞ്ഞു. ഖൽബ്, മാറി മറിയുന്ന പ്രതിഭാസം. നമ്മളെ ഹൃദയത്തിന് അല്ലാഹു തആല കൊടുത്ത പേരെന്നെ നോക്കി നിങ്ങൾ. എന്താ, ഒരു മജ്ലിസുൽ ഇൽമിൽ നമ്മളിങ്ങനെ കൂടി മരണത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനൊന്നും ആയാ പോരാ. അല്ലാഹു തആല നമ്മളെ ഖബറിലേക്ക് വിളിക്കും, സിറാത്തിലേക്ക് വിളിക്കും, ഹിസാബിലേക്ക് വിളിക്കും എന്നുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബോധമാണ്. പിന്നെ ഒരു അമ്യൂസിങ്, ഒരു ആസ്വാദന മികവിന്റെ വേറെന്തെങ്കിലും കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോധം മുഴുവൻ അസ്തമിക്കാൻ, പിന്നെ മൈൻഡ് അതിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെടുകയാണ്. എന്താ? ഖൽബ്, ഖൽബ്. അവിടെയാണ് സുബഹിക്ക് തന്നെ ദുആ ചെയ്യുന്നത്. വഖുലൂബനാ ഖുലൂബൽ ഖാശിഈൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ ഭയപ്പെടുന്നവരുടെ ഹൃദയമാക്കണേ തമ്പുരാനെ. വഅബ്ദാനനാ അബ്ദാനൽ മുത്തഖീൻ. ഞങ്ങളുടെ ശരീരത്തെ തഖ്വയുള്ള അബ്ദാനൽ മുത്ഈൻ, നിന്നെ അനുസരിക്കുന്നവരുടെ ശരീരമാക്കണേ അല്ലാഹ്. വഅഅ്മാലനാ അഅ്മാലൽ മുത്തഖീൻ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തഖ്വയുള്ളവരുടെ പ്രവർത്തനങ്ങളാക്കി തരികയും ചെയ്യണേ തമ്പുരാനെ. ഇങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. അപ്പൊ ദിക്ർ ചൊല്ലുക, പച്ചയായ ദിക്ർ ചൊല്ലി നാവൊന്ന് പച്ചയാകട്ടെ. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഒരു ദോഷം അല്ലാഹു തആലയുടെ അടിമ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല ഒരു നുക്തത്തുൻ സൗദാ ഫീ ജൗഫിഹി, അവന്റെ ഉള്ളിൽ, അവന്റെ ഹൃദയത്തിൽ ഒരു ഡോട്ട്, ഒരു കറുത്ത പുള്ളിയിടാൻ. നല്ലൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ആ വൈറ്റ് പേപ്പറിലേക്ക് നമ്മൾ ഒരു പേനോണ്ട് ഇങ്ങനെ പുള്ളിയിട്ടു, വീണ്ടും ഒരു പുള്ളിയിട്ടു, വീണ്ടും ഒരു പുള്ളിയിട്ടു. ചെറിയ 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 തെറ്റുകൾ വ്യാപകമായി ചെയ്ത് ഈ ഡോട്ട് 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 ഈ പുള്ളികൾ ഇങ്ങനെ വ്യാപിച്ച് അവസാനം വൈറ്റ് പേപ്പറിന്റെ വൈറ്റ് കാണാതായി. പിന്നെ പുള്ളി മാത്രമേ ഉള്ളൂ. അവന്റെ ഹൃദയത്തിൽ ഇരുട്ട് കയറിയതാണ്. ആ ഇരുട്ട് കയറിയ ഹൃദയത്തിൽ പിന്നെ വെളിച്ചം കാണൂല എന്നർത്ഥം. അപ്പോഴാണ് വലിയ ആൾക്കാർ ഉപദേശിക്കുന്ന സമയത്ത് അവരോട് ഒന്ന് മോട്ട് കാണിക്കാൻ തോന്നുന്നത്. വലിയ ആളുകളുടെ ഉപദേശം ദഹിക്കാതെ പോകുന്നത്, അതിന്റെ ഡൈജഷൻ ഫങ്ഷൻസ് ഒന്നും നടക്കൂല. കാരണം ഹൃദയത്തിലേക്ക് അത്യാവശ്യം നിഫാഖ് കയറിപ്പോയിട്ടുണ്ട് എന്നർത്ഥം. എന്താ? എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിശുദ്ധിയുണ്ട്. ഏത് കാര്യങ്ങൾക്കും ആ കാര്യങ്ങളുടെ പരിശുദ്ധിയുണ്ട്. അപ്പൊ ഞാൻ തലക്കടത്തൂർ ഭാഗത്ത് കൂടെ ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്ന സമയത്താണ് ഒരു ജീപ്പിൽ, KRM ജീപ്പ്, 1964 ഇറങ്ങിയ ഒരു ജീപ്പ് ഉണ്ടല്ലോ. ആ ജീപ്പില്
അതിൻ്റെ സൈഡെല്ലാം നല്ല ഈന്തും പട്ടോണ്ട് മറച്ചിട്ട് മുന്നിൽ പുതിയാപ്പള്ളി ഇരുത്തിയിട്ട് ഒരു കൗമിങ്ങനെ പോകുന്നുണ്ട്. അപ്പം അന്വേഷിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു വണ്ടിയൊക്കെ ബ്ലോക്കാണ്, നമ്മൾ പരിപാടിക്ക് പോവാണ്, കാറൊക്കെ ബ്ലോക്കാണ്. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് ചെറുപ്പക്കാർ പുതിയാപ്പിള പോവാണെന്ന് പറഞ്ഞു. പുതിയാപ്പിള പോവാണെന്ന് പറഞ്ഞു ഫോർ എക്സാമ്പിൾ. അപ്പം എന്താ ഒരു പഴയ ജീപ്പ്. അപ്പോൾ വെറൈറ്റിയാണ്. ഒന്ന് മഞ്ചേരിയിൽ ഇതുപോലെ ഗുണ്ടാണ് പൊട്ടിച്ചത്, ഗർഭം കലക്കി ഗുണ്ട്. അപ്പൊ ഇവന്റെ സ്വന്തം ഇന്റിമേറ്റ് ഫ്രണ്ട്സ് പണി കൊടുത്തതാന്നാ പറഞ്ഞത്. അപ്പൊ അന്ന് മണിയറ കൂടിയ പുതിയാപ്പളിന്റെ കയ്യിലിരിപ്പ് മോശാവൂല, അല്ലെങ്കിൽ അമ്മാതിരി ഗുണ്ട് ഇപ്പൊ അവിടെ പൊട്ടൂലല്ലോ. അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഗുണ്ട് പൊട്ടാണ്ട് രാത്രി 11:30 മണിക്കാണ് സിറ്റ് ഔട്ടിലെ ടൈല് പൊട്ടിപ്പോയി. ഇതിന്റെ ശക്തിയുണ്ട്. ആ പെരയില് പിന്നെ സ്ത്രീകളുണ്ട്, കുഞ്ഞു മക്കളുണ്ട്. ചെറിയ മക്കള് നിലവിളിച്ച് കരഞ്ഞു. പുതിയാപ്പളുടെ വാപ്പ പുറത്തേക്കാണ്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, ആരായാലും എന്ത് ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, കേസ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. കേസ് കൊടുത്തു. പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഈ ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടി പോലീസ് വന്ന സമയത്ത് ആദ്യം ബാപ്പാന്റെ മുമ്പിൽ ജാമ്യം നിൽക്കാൻ വരുന്നത് സ്വന്തം ബാപ്പാന്റെ മകനാണ്. ബാപ്പേ അത് വേണ്ട, എന്റെ സുഹൃത്തുക്കളാണ്, എന്റെ സുഹൃത്തുക്കൾ ആരാന്നുള്ളത് ഞാനൊന്ന് തിരിച്ചറിയട്ടെ എന്ന് പറഞ്ഞു. അവസാനം കോടതിയുടെ പരിഗണനയിലാണ് ആ ചെറുപ്പക്കാരുടെ കാര്യം കിടക്കുന്നത്. മഞ്ചേരിയിലെ CI പറഞ്ഞു, ആദ്യം മാപ്പിള മഹല്ലുകളോട് അന്യമതസ്ഥനായി എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കുട്ടികളൊന്നും നിലക്ക് നിർത്തി തരീ, നിങ്ങളെ കല്യാണം ഒന്നും മാന്യായിട്ട് നടത്തി തരീന്ന്. ഇതിനെന്ത് മറുപടി നമ്മൾ പറയാം? ഞാൻ ചോദിക്കട്ടെ. പ്രായത്തിന്റെ ഊഷ്മളതയാണ്, ചോരത്തളപ്പാണ്, ചടുലതയാണ്, ഒക്കെ ശരിയാണ്, ഒക്കെ ശരിയാണ്. 2 ജന്മങ്ങൾ കൂടിച്ചേരുന്നൊരു സദസ്സല്ലേ. തിരൂരൊരു കല്യാണത്തിന് പോയ ആളുകൾ അനുഭവം പറയാണ്, നിക്കാഹ് ഇങ്ങനെ നടക്കാൻ നിൽക്കുക. അപ്പം കബിൽത്തു റളീത്തു എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ കൈ കൊടുത്ത് നിൽക്കുകയാണ്. ഉസ്താദ് സീഗ ചൊല്ലി കൊടുക്കാൻ നിൽക്കുകയാണ്. ആ നേരത്തെ ഒരു പൊട്ട്. അപ്പോൾ ഇത് ചൈനീസ് നിർമ്മിതമായ സ്പ്രേ ആണ്. ഈ സ്പ്രേ മുകളിലേക്ക് ഇങ്ങോട്ട് പോയിട്ട് പിന്നെ താഴേക്ക് വീഴൽ മുഴുവൻ ഒരു തരം പദനൊരകളാണ്. എന്നിട്ടോ പള്ളിക്കല ഉസ്താദൊക്കെ ഉണ്ട്, അരേന്ന് ടവലെടുത്തിട്ട് തലയെ കെട്ടുമ്പോൾ ഈ പദം ഇങ്ങനെ തുടക്കണം. ഒരു കൗമിന്റെ കഥയാണ്. നമ്മളെ കൗമിനെ പറ്റിയാണല്ലോ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് എന്ന് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് നമ്മളിങ്ങനെ പറയാ, ഞങ്ങൾ മാപ്പിളാരാണ്, നല്ലോണം കളിച്ചോണ്ടി, ഓർമ്മിച്ചോണ്ടി. ഞങ്ങൾ ആരാണെന്നറിയോ? മമ്പർ തങ്ങൾ പാപ്പാന്റെ പിന്മുറക്കാര്, വെളിയങ്കോട് ഉമ്മർഖാദിന്റെ ബാക്കിക്കാരാണ്. വാര്യംകുന്നത്ത് അഹമ്മദാജി ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മുമ്പിൽ വിരിമാറ് കാണിച്ചു നിന്ന മനുഷ്യന്റെ പേരക്കുട്ടികളാണ്. വല്യാപ്പ പാപ്പാനായി എന്ന് വിചാരിച്ചാണ്ട് പേരക്കുട്ടിക്ക് തയമ്പുണ്ടാവൂല. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലായിടത്തും ഈ പരിവർത്തനങ്ങൾ കടന്നു വന്നു. 2 ജന്മങ്ങൾ ഒരു പന്തലിലേക്ക് കൂടിച്ചേരുന്നത് എത്ര തബറുക്കാൻ. കബിൽത്തു എന്ന് പറയുന്ന വാക്ക് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്, അതൊരു വാക്കല്ലല്ലോ. പിന്നെ അങ്ങയുടെ മകളെ ഞാൻ സ്വന്താക്കി എന്ന് പറയുമ്പോ ഈ ഉമ്മീൻ താലോലിച്ച് കൊണ്ടു നടന്ന ഈ 18കാരിയായ പെൺകുട്ടിക്ക് മുമ്പിൽ ഉപ്പക്ക് ഔറത്തുണ്ട്, ഉമ്മക്ക് ഔറത്തുണ്ട്. ഇവളെ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം മാതാപിതാക്കൾക്ക് ഔറത്താണ്, ബ്രദർക്ക് ഔറത്താണ്, സിസ്റ്ററിന് ഔറത്താണ്. പക്ഷേ ഇവളുമായിട്ട് ബ്ലഡ് റിലേഷൻഷിപ്പ് പോലും ഇല്ലാത്ത ഏതോ നാട്ടിൽ കിടക്കണ മുറച്ചെറുക്കനെ കൊണ്ടുവന്നിട്ട് കബിൽത്തു എന്ന് ഇവൻ പറയുന്നതോടുകൂടെ വാപ്പാക്ക് ഔറത്തുണ്ടെങ്കിലും ഉമ്മാക്ക് ഔറത്തുണ്ടെങ്കിലും ശരി, ഇനി ഇവന്റെയും ഇവരുടെയും ഇടയിൽ ഔറത്തില്ല. ഈ ബന്ധത്തിന്റെ ശക്തി എത്രയാ! പിന്നെ ഇവരെ പറ്റി ഖുർആൻ പറയണത്, ഹുന്ന ലിബാസുൽ ലക്കും, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വസ്ത്രമാണ്. വഅൻതും ലിബാസുൽ ലഹുന്ന, ഭാര്യന്മാരെ ഭർത്താക്കന്മാരെ നിങ്ങൾ അവരുടെയും വസ്ത്രം, അവർ നിങ്ങളുടെയും വസ്ത്രം. ഈ വസ്ത്രപ്രയോഗം, ഞാൻ ഈ വസ്ത്രം ധരിക്കണം എന്തിനാ? എന്നെ പുറത്തേക്ക് കുറച്ച് ഭംഗിയായിട്ട് എന്റെ ശരീരത്തിന്റെ ഗോപ്യമാക്കി വെക്കേണ്ടതിനെ ഗോപ്യമാക്കി വെക്കുന്നു എന്റെ വസ്ത്രം. അപ്പൊ എന്റെ വസ്ത്രത്തിന്റെ അകംഭാഗം എന്റെ ശരീരം മുഴുവൻ കാണാൻ, എന്നിട്ടും എന്റെ വസ്ത്രത്തിന്റെ പുറംഭാഗം അതൊന്നും കാണിക്കാതെ എന്നെ മനോഹരമായി പുറത്തേക്ക് ചിത്രീകരിക്കാൻ ഒരു ഭാര്യയുടെ റോൾ അതാണ്. എന്ത്? ഭർത്താവിന്റെ ന്യൂനതൊന്നും ആരോടും ഷെയർ ചെയ്യാതെ അത് ഉള്ളോണ്ട് അറിഞ്ഞിട്ട് ഭർത്താവിന്റെ ഭംഗി, ഭർത്താവിന്റെ സൽസ്വഭാവം മാത്രം പുറത്തേക്ക് പ്രകടിപ്പിക്കുക. ലിബാസ്, ഒരു വസ്ത്രം ചെയ്യും പോലെ. ഒരു ബാപ്പള ചെയ്യേണ്ട പണി ഭാര്യന്റെ കുറ്റം കുറവും വേറുള്ളവരോട് പോയി പറഞ്ഞടക്കാതെ അത് ഉള്ളിൽ ഒതുക്കുക. എന്നിട്ടോ എന്റെ സഹധർമ്മിണി എനിക്ക് വെച്ചുണ്ടാക്കി തരുന്നോളാണ്. ഓൾ അന്യ പെണ്ണാണെന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ ചിന്ത, എനിക്ക് മക്കളെ തന്നത് അവളല്ലേ,
അപ്പൊ ഒന്നുകൂടി ചിന്തിക്ക, അപ്പൊ അവൾ എന്റെ മക്കളമ്മല്ലേ, എന്റെ മക്കളമ്മല്ലേ എന്ന് ചിന്തിച്ചാല് പിന്നെ അടിക്കാൻ ഈ കയ്യാണ്ട് പൊങ്ങൂല. ഇസ്ലാം ഈ സൈക്കോളജി ഒക്കെ പറഞ്ഞു തന്ന് ഇതിന്റെ കെട്ടും മട്ടും പഠിപ്പിച്ചെന്ന് ഇതിന്റെ കെമിസ്ട്രി നമ്മളെ ബോധ്യപ്പെടുത്തി തരിക. എന്നിട്ടൊരു ഭാഗത്ത് നമ്മൾ ഗുണ്ടുപൊട്ടി ചെയ്യാം. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കണതിന്റെ മാതൃക, ഇതിന്റെ മര്യാദ പുറത്തൊരു ഭാഗത്തുണ്ടായത് എന്താ? പുറത്തൊരു ഭാഗത്തുണ്ടായത് പുതിയാപ്പിള ഇങ്ങനെ സദസ്സ് കണ്ട് ഇറങ്ങി, പുതിയാപ്പിളുടെ പെരയിൽ ഒരു ടവ്വൽ ഇട്ടുകാണ്ട് ദ്വാരന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇവന്റെ കൂടെയുള്ള ആൾക്കാർ ഈ പണി കൊടുക്കണതിനൊക്കെ ഒരു പരിധിയില്ലേ? നല്ല A4 ഷീറ്റിൽ ഇവന്റെ മുൻകാല ഹിസ്റ്ററി മുഴുവൻ പ്രിന്റ് ചെയ്ത് കണ്ട് സദസ്സിൽ മുഴുവൻ വിതരണം ചെയ്തു. അതാ ഞാൻ പറഞ്ഞേ, ഒരു വെറൈറ്റിക്കൊക്കെ ഒരു പരിധിയില്ലേ? എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ചെയ്യുന്നതിനെല്ലാം ഒരു ആകർഷണീയതയുണ്ട് എന്നൊരു കോൺഫിഡന്റ്, ഒരു തോന്നല് ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാകുക. അത് ഇരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുക, ഒരു മോട്ട് കാണിക്കൽ സ്വഭാവം ഉണ്ടാകുക. ഇത് നായകനില്ലാപ്പട നായപ്പട എന്ന് പറഞ്ഞതിന്റെ തെളിവാണ്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട കൺമണികളായ ചെറുപ്പക്കാരെ, സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ ഞാൻ നിങ്ങളോട് സ്നേഹത്തിന്റെ അതേ ഭാഷയിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എന്ന അതേ ഭാവനയോടെ ദേഷ്യമില്ലാതെ രോഷമില്ലാതെ ഇങ്ങനെ പറയുന്നത് ഒരു മതത്തിന്റെ പേരിലാണ്. നമ്മളൊക്കെ ഒരു മതക്കാർ, ഒരു ഉമ്മത്ത്, ഒരു സമുദായം, ഒരു ഖൗം. അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പറ്റിയാണ് അഭിമാനം കൊണ്ടത്. എന്റെ സമുദായം, എന്റെ സമുദായം, എന്റെ സമുദായം. ഈ സാമുദായിക ബോധം നമ്മുടെ പ്രകടനങ്ങളിൽ ഉണ്ടാകണ്ടേ, നമ്മുടെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകണ്ടേ. അള്ളാഹു തആല പറഞ്ഞു, നിബിതങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജമീൽ, അള്ളാഹു നല്ല ഭംഗിയുള്ളവനാണ്. വയുഹിബ്ബുൽ ജമാൽ, അള്ളാഹ്ക്ക് ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ ബ്യൂട്ടി ടിപ്സ് ഒക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തണം. എന്താണ് അതിന്റെ അർത്ഥം? ഐഷാഡോ ഉപയോഗിക്കലാണോ, ഐലൈനർ ഉപയോഗിക്കലാണോ, റോസ് പൗഡർ ഇടലാണോ? അല്ല, പെരുമാറ്റത്തിൽ ഒരു ഭംഗിയുണ്ട്. ഇസ്ലാമിന്റെ ഭംഗി പെരുമാറ്റത്തിന്റെ ഭംഗിയാണ്. ലണ്ടൻ നഗരത്തിലെ ഒരു ക്രൈസ്തവ മുത്തശ്ശി അമ്മ ക്രിസ്തീയ ദേവാലയത്തിൽ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് സന്ധ്യാനേരത്ത് വെളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആ ക്രൈസ്തവ ദേവാലയത്തിന്റെ ക്രിസ്ത്യൻ കത്രീഡലിന്റെ മുറ്റത്ത് മുഴുവൻ നിർത്തിയിട്ടിരുന്ന ടാക്സി കാറുകളുടെ ഡ്രൈവേഴ്സ് മുഴുവൻ ക്രിസ്ത്യാനികളാണ്. ആ അമ്മ അവരുടെ മുഴുവൻ അടുത്ത് പോയിട്ട് മുട്ടി വിളിച്ചു. ഈ അമ്മയുടെ മടിശീലയിൽ $1 പോലും ഇല്ല. അമ്മക്ക് 4 മൈലുകൾക്കപ്പുറത്തേക്ക് പോയാലേ തന്റെ വീട്ടിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. അമ്മ പറഞ്ഞു, മക്കളെ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ മടിശീല ശൂന്യമാണ്. ആരാണ് എന്നെ ഒന്ന് എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടുതരിക? കാറ് മുഴുവൻ ഈ മുത്തശ്ശി അമ്മ കറങ്ങുന്നത് അമേരിക്കയിൽ ലണ്ടനിൽ തിരിയിട്ട് തെരഞ്ഞാൽ പോലും കാണാത്ത ഒരു മുസ്ലിം ഡ്രൈവർ, തൊപ്പിവെച്ച മുസ്ലിം അവിടെ കണ്ടു. അദ്ദേഹം ക്രൈസ്തവ ദേവാലയത്തിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി വന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ എന്ത് വേണം? അമ്മ ഇംഗിതം പറഞ്ഞു, ഈ ഡ്രൈവർ ചെയ്ത പണി എന്താ? അങ്ങയുടെ അടുത്ത് കായില്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും $1 ഇല്ലെങ്കിലും വേണ്ട, ഇതെന്റെ ധർമ്മമാണ്, ഇതെന്റെ ധർമ്മമാണ്. കാറിന്റെ ബാക്കിലെ ഡോറ് തുറന്നിട്ട് അമ്മയെ പിക്ക് ചെയ്ത് അദ്ദേഹം കാറിന്റെ വളയം പിടിച്ച് അമ്മയുടെ വീട് വരെ കൊണ്ടുപോയി ആക്കി കൊടുത്ത് അവിടെ ഡ്രോപ്പ് ചെയ്ത് അവസാനം അമ്മക്കെല്ലാ നന്ദിയും അഭിവാദ്യങ്ങളും പറഞ്ഞിട്ട് ഡ്രൈവർ തിരിച്ചു പോരുമ്പോ അമ്മ കരയാൻ. എന്തിനാ അമ്മയെ കരയണത് എന്ന് സ്നേഹവത്സലനായ പുത്രനെ പോലെ സഹോദര മതസ്ഥനായ ഈ മുസൽമാൻ ചോദിക്കുമ്പോ അമ്മ പറഞ്ഞു, സഹോദര, ഞാൻ ക്രൈസ്തവ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് അങ്ങ് കണ്ടതാണ്. അങ്ങ് തൊപ്പിവെച്ച മുസൽമാൻ ഈ ലണ്ടൻ നഗരത്തിൽ എനിക്ക് കാണാൻ കഴിയുന്ന ആളുകളിൽ അപൂർവമായ ഒരു മതക്കാരൻ. എന്റെ മതക്കാര് പോലും എന്നെ തിരസ്കരിച്ചെടുത്ത് അവരും ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ടാക്സി ഓട്ടുന്നവർ, അങ്ങും കുടുംബത്തിന് കഞ്ഞി വാങ്ങി കൊടുക്കാൻ വണ്ടി ഓടിച്ച് ജീവിതം നയിക്കുന്നവൻ, എന്നിട്ടും എന്തേ എന്നെ സൗജന്യമായി മറ്റൊരു മതക്കാരിയായിട്ട് പോലും വിട്ടുതന്നു എന്ന ചോദ്യത്തിന് ലണ്ടനിലെ മുസ്ലിം ഡ്രൈവർ കൊടുത്ത മറുപടി നമുക്കൊക്കെ അഭിമാനിക്കാനുള്ള മറുപടിയാണ്. ആ ഡ്രൈവറുടെ പേര് പറഞ്ഞിട്ട് നമുക്ക് പറയാം, ഞാൻ ആ ഡ്രൈവറുടെ മതക്കാരനാണ്, അതാണ് അഭിമാനം. അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബ്, എന്റെ അള്ളാഹു, എന്റെ ദൈവം, എന്റെ തമ്പുരാൻ, ആ സൃഷ്ടാവിന്റെ അടിമയാണ് ഞാനും അങ്ങും. എന്റെ അടിമയാ
എന്റെ അടിമയായ ഒരു സ്ത്രീ വീട്ടിലേക്ക് എത്താൻ പ്രയാസപ്പെട്ടപ്പോ അത് കണ്ടിട്ടും നീ എന്തേ അവരെ സഹായിക്കാതിരുന്നത് എന്ന് നാളെ മരിച്ചു കഴിഞ്ഞിട്ട് മഹ്ശറയിൽ വെച്ചിട്ട് എന്റെ നാഥൻ ചോദിക്കുമ്പോ അമ്മേ മറുപടി കൊടുക്കൽ എന്റെ കടമയാണ്. ആ ഡ്രൈവർ മുഴുക്ക പറഞ്ഞതൊരു മതത്തിന്റെ സൗന്ദര്യമാണ്. ഞാൻ പറയുന്നു ഇന്നല്ലാഹ ജമീൽ, അള്ളാഹു നല്ല ഭംഗിയുള്ളവനാണ്. വയുഹിബ്ബുൽ ജമാൽ, അള്ളാഹു നല്ല ഭംഗി ഇഷ്ടപ്പെടുന്ന ആളാണ്. നമ്മളൊക്കെ നടുറോട്ടിൽ ഈ കോപ്രായിട്ടരങ്ങൾ കാണിക്കുന്ന സമയത്ത് നമ്മുടെ സഹോദര മതസ്ഥരായ ആൾക്കാർ ഇതാണോ ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് നമ്മളെപ്പറ്റി വിധിക്കുകയാണെങ്കിൽ എന്തിനാണ് പിന്നെ ഒരു മതസംവിധാനം? എന്തിനാണ് ഒരു പള്ളി? എന്തിനാണ് ഒരു മദ്രസ്? എന്തിനാണ് ഒരു അറബി കോളേജ്? എന്തിനാണ് ഒരു കുതുബ്ഖാന? എന്തിനാണ് ഒരു ദർസ്? എന്തിനാണ് ഈ മദാരിസ്, ഈ മആഹിദ്, ഈ മസാജിദ്? അപ്പൊ ഒരു ഭാഗത്ത് അച്ചടക്കം പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ കൂടുപോലെ മുളച്ചു പൊങ്ങുകയാണ്. അതിനൊന്നും കുറവില്ല. നമ്മളെ നാട്ടിൽ ആ സംവിധാനങ്ങൾക്കൊന്നും യാതൊരു കുറവില്ല. ഇവിടെയാണ് അഡൽട്ടറി എന്ന് പറയുന്ന സിസ്റ്റത്തെ സുപ്രീം കോടതി നിയമവിധേയമാക്കിയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും? നമ്മൾ ചിന്തിക്കണം. അഡൽട്ടറി, വിവാഹേതര ബന്ധം സുപ്രീം കോടതിയുടെ നിയമം അനുസരിച്ച് സാധുത കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതൊരു ക്രിമിനൽ കുറ്റമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ചെന്നൈയിൽ 4 ദിവസം മുമ്പാണ് ഒരു യുവതി ആത്മഹത്യ ചെയ്തത്. നിങ്ങൾ കണ്ടോ പത്രത്തിൽ? എന്താ കാരണക്കാരൻ ഭർത്താവായിരുന്നു. അപ്പൊ ഈ യുവതിക്ക് തന്റെ ഭർത്താവിനെ പലപ്പോഴായിട്ട് സംശയമുണ്ട്, ഇദ്ദേഹത്തിന് പരസ്ത്രീ ബന്ധമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജിലൂടെ, വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ ഈ യുവതി സോളിഡ് എവിഡന്റോടുകൂടെ പിടികൂടിയതാണ്. ആ സമയത്തൊക്കെ ഇവൾ ചോദ്യം ചെയ്തതാണ് സ്വന്തം പ്രിയതമനായ ഭർത്താവിനെ. അപ്പൊ അദ്ദേഹം മിണ്ടാതിരിക്കും, കുറ്റസമ്മതം നടത്തും, ഇനി എന്റെ അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. ഇപ്പൊ കോടതി വിധി വന്നതിന്റെ പിറ്റേന്ന് ഇദ്ദേഹത്തിന്റെ മെസ്സേജ് എന്തോ കണ്ടപ്പോ ഭാര്യ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ ഇയാൾ പറഞ്ഞൊരു വാക്കെന്താ അറിയോ? നീ ജിന്നെ ചോദ്യം ചെയ്തോ, എന്തേ നിയമം എന്റെ കൂടെ അല്ലേ? ഇതിൽ മനം നൊന്ത് പാവം ആ ഭാര്യ തന്റെ പ്രിയതമനെ ഓർത്ത് മാത്രം ഒരു ജീവിതം ഹോമിച്ച സഹവഴി സ്ഥാപിച്ചു. ഈ ക്യാമറയിൽ കുടുങ്ങി പോത്തിനെ അറുക്കണ രംഗം. നേരം പുലർന്നു കഴിഞ്ഞാൽ ഇറച്ചിക്ക് ആൾക്കാർ വരുമ്പോ ഇറച്ചി ഇങ്ങനെ തൂക്കി കൊടുക്കണതിന്റെ മുമ്പ് 3.5 മണിക്ക് അറവുശാലയിൽ പോയിട്ട് പോത്തിനെ അറുക്കണ രംഗം. എന്താ, ഒരുത്തന് മൂക്ക് കയറ് ശരിക്കും ഇങ്ങനെ ഇട്ടിട്ട് കുളമ്പിന്റെ കഴുത്തിന്റെ കൊമ്പിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഒരുത്തൻ പിടിച്ചു കൊടുക്കാൻ, വേറെ ഒരുത്തൻ നല്ല ഭാരമുള്ള ഹാമറായിട്ട് ഈ മിണ്ടാപ്രാണിന്റെ തലച്ചോറിനടിക്കാൻ. പൗതി മരിച്ചു. എന്നിട്ട് പേരിനൊരു വഴിപാട് പോലെ ഒരു അറവ്. ഇതിൽ 2 ലാഭം എന്നാണ് ഈ ക്രിമിനൽസ് പോലീസിനോട് പറഞ്ഞത്. ഇവര് പറഞ്ഞത് എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? ഇവര് പറഞ്ഞു, ഒന്ന്, പോത്ത് കുറെ നേരം പെടിയിൽ അറുത്തതിന് ശേഷം അപ്പൊ നമുക്ക് അത്രയും സമയം സേവ് ചെയ്യാൻ പറ്റും, വേഗം തോല് പൊളിച്ച. രണ്ടാമത്, മസ്തിഷ്കം മരവിച്ചു കഴിഞ്ഞാൽ, ബ്രെയിന് ഡെഡായി പോയാല് പിന്നെ ഈ മൃഗത്തിന്റെ രക്തം നമ്മൾ കഴുത്താണ്ട് അറുത്താൽ തന്നെ, ഹൽക്ക് മുരി അറുത്താൽ തന്നെ അത് പുറത്തേക്ക് ഒഴുകി പോകൂല. അത് ഉള്ളിലുള്ള മാംസത്തിൽ തന്നെ കോട്ടായി കിടക്കും. അപ്പോൾ ഒരു 300 ഗ്രാമിന്റെ ഇറച്ചി കണ്ടിടുമ്പോ എക്സ്ട്രാ 500 ഗ്രാം, ഒരു 50 ഗ്രാം ബ്ലഡിൽ കിട്ടുന്നു. 2 കാര്യം എന്താ പറയുന്നത്? വാഹുവേ, ഒരു ഉമ്മത്ത് മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിൽ ഒരു അസർ നമസ്കാരം കഴിഞ്ഞിട്ട് പരിശുദ്ധ പ്രവാചക തിരുമേനി അങ്ങാടിയിലൂടെ നടക്കുകയാണ്. അന്നഹു മർറ ബിസുബ്റതി ത്വാമിൻ, ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തപ്പെടുന്ന ഒരു ചന്തയിലൂടെ പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ നടന്നു പോവുകയാണ്. ഫഅദ്ഖല യദഹു ഫീഹാ, നല്ല ഗോതമ്പിന്റെ ധാന്യം നിറച്ചു വെച്ച ഒരു ചാക്ക് കണ്ടു അല്ലാഹുവിന്റെ റസൂൽ. ആ ധാന്യത്തിലേക്ക് തന്റെ കുപ്പായത്തിന്റെ കമീസിന്റെ ജുബ്ബയുടെ കൈയൊന്ന് കയറ്റി. എന്നിട്ട് ആ ധാന്യം നിറച്ചു വെച്ച ചാക്കിലേക്ക് നബി തങ്ങൾ കൈയിനെ പ്രവേശിപ്പിച്ചു. ഉള്ളിക്ക് ഇറക്കിയപ്പോ മധ്യഭാഗത്ത് എത്തിച്ചേർന്നപ്പോ നബി തങ്ങളുടെ കൈ നനഞ്ഞിട്ടുണ്ട്, വിരലൊക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പോ അതെങ്ങനെയാണ് ഊരി ആ നനഞ്ഞ വിരൽ ഇങ്ങനെ ഷോപ്പ് കീപ്പറെ കാണിച്ചിട്ട് ചോദിച്ചു, മാഹാദായ സാഹിബത്വാം, അല്ല ഭക്ഷണ വസ്തുക്കളുടെ കച്ചവടക്കാരനായ സഹോദര, ഈ ഗോതമ്പത്തിന്റെ മുകൾ ഭാഗം ഉണങ്ങിക്കിടക്കുന്ന ധാന്യങ്ങളാണ്.
ആ ചാക്കിലേക്ക് കയ്യാണ്ട് പ്രവേശിപ്പിച്ചപ്പോ മധ്യഭാഗത്ത് വെച്ചാണ് മുഹമ്മദിന്റെ കൈ നനഞ്ഞു പോയത്. മഹാദായ സ്വാഹിബത്വം, അല്ല കച്ചവടക്കാരാ, ഇത് എവിടത്തെ ഏർപ്പാടാണ് സഹോദരാ, ഇത് എങ്ങനെ പറ്റി സഹോദരാ? മുകളിൽ മുഴുവൻ നല്ല ഉണങ്ങിയ അരിയാണല്ലോ, ധാന്യാണല്ലോ, ഉള്ളുന്നാളല്ലോ എൻ്റെ കൈ നനഞ്ഞത്. അപ്പൊ അയാളിങ്ങനെ തലയെ ചൊറിഞ്ഞാണ്ട് പറഞ്ഞു, അസാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്. അസാബ സമാഉ എന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്തു. അസാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്, അത് ഇന്നലെ വൈകുന്നേരം മഴ പെയ്തപ്പോൾ നനഞ്ഞതാണ്. അപ്പൊ പരിശുദ്ധ റസൂലിന്റെ പ്രധാനമായൊരു ചോദ്യം, തിരിച്ചുള്ള ചോദ്യം, മഴ പെയ്തത് മുഹമ്മദും കണ്ടതാണ്, നീയും കണ്ടതാണ്, നമ്മൾ രണ്ടുപേരും അനുഭവിച്ചതാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. അഫലാ ജഅൽതഹു ഫൗഖത്ത്വാം, അങ്ങനെ മഴ പെയ്ത് നിന്റെ ഗോതമ്പ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിന് അറിയാം ഇന്നലെ മഴ പെയ്തതാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മരുഭൂമിയിൽ മഴ ചെയ്യുമ്പോ കച്ചവടക്കാർക്ക് മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കൂല എന്ന് കച്ചവട സാധനങ്ങൾ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിന് അറിയാം. അഫലാ ജഅൽതഹു ഫൗഖത്ത്വാം, ആ നനഞ്ഞ ധാന്യം നിനക്ക് നിന്റെ ചാക്കിന്റെ മുകളിലാക്കിയൂടായിരുന്നോ? അത് നിന്റെ ഇന്ധനം, നിന്റെ പോസിറ്റീവ് എനർജി, നിന്റെ ക്രെഡിറ്റ് വർദ്ധിപ്പിക്കുകയുള്ളൂ. കാരണം അയാളത് പൂഴ്ത്തി വെക്കാൻ ശ്രമിച്ചില്ലല്ലോ, അയാളത് ഉള്ളിക്കാക്കാൻ നോക്കിയില്ലല്ലോ. ധാന്യം നനഞ്ഞ് കസ്റ്റമേഴ്സിനോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൂടെ, ഇന്നലെ മഴ പെയ്തപ്പം നനഞ്ഞതാണല്ലോ, അത് മാർക്കറ്റ് കൂട്ടല്ലേ ചെയ്യുള്ളൂ. ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് ഒരു നിലപാടാണ്, ഒരു നിലപാടാണ്. വിശ്വാസ്യത എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ബസ്സിൽ സാധനം ഇങ്ങനെ വെക്കുകയാണ്, നല്ല പുൽത്തൈലാണ് 50 ഉറുപ്പ്യാണ് കുപ്പിക്ക്, വാങ്ങിക്കോളി എന്ന് പറഞ്ഞു. സഹോദരൻ വാങ്ങി, കച്ചവടക്കാരനെ വിശ്വസിച്ച് വാങ്ങി, പുൽത്തൈലം വാങ്ങി. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പൊ എന്താ, മുകളിലുള്ള ടോപ്പാണ്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഡബ്ബുണ്ട്. ആ ഡബ്ബന്റെ മുകളിൽ ഒറിജിനൽ പുൽത്തൈലം ശരിക്കാണ്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഈ മൂടിയാണ്ട് തുറന്ന് ഡബ്ബ ആണ് വാസനിപ്പിച്ചു കൊടുക്കുന്നത്, നല്ല പുൽത്തൈലം. ഈ സാധുവായ കസ്റ്റമർ 50 രൂപ എടുത്തു കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഡബ്ബ തുറന്നു നോക്കുമ്പോ 75% പച്ചള്ളം. ഇതിൻ്റെയൊക്കെ ഒരു ശക്തി എത്രയാണ് അള്ളാന്റെ മുമ്പിൽ. കാരണം നമ്മൾ പറഞ്ഞ വാക്ക് തന്നെ ഈ മലക്കുകൾ എഴുതി വെച്ചത്. നാളെ ഈ ഒരു കിതാബ്, ഇതിൻ്റെ ഒക്കെ ഒരു ലാസ്റ്റ് ഹാർഡ് കോപ്പി ആയിട്ടുള്ളൊരു അവസാന സമാഹാര ഗ്രന്ഥം പ്രകാശന കർമ്മം നിർവഹിക്കാണ്ട് മഷറയിൽ വെച്ചിട്ട് ഓരോരുത്തർ അവനാൻ പറഞ്ഞ വാക്കിന്റെ കിതാബുകൾ വാങ്ങുമ്പോൾ ഈ കിതാബ് ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് ഇയാൾ തന്നെ പറയുമല്ലോ, മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ ഫവജദു മാ അമിലു. അവർ ചെയ്തതെല്ലാം അവർ ആ കിതാബിലുണ്ട്, ഒരു ഹർഫ് പോലും വിട്ടുപോയിട്ടില്ല. അപ്പൊ ഖുർആനിൽ അള്ളാഹു പറയാൻ, അടിമ പറയുന്ന രംഗം പഠിച്ചോ നമുക്ക് പറഞ്ഞു തരാൻ, നാളെ നമ്മൾ കാണാനുള്ള സാധനമാണ്. ഈ ഗ്രന്ഥത്തിന് വല്ലാത്ത അത്ഭുതം, സർപ്രൈസ്, വല്ലാത്ത അത്ഭുതം. ചെറിയ തെറ്റിനെയും വിട്ടുപോയിട്ടില്ല, വലിയ തെറ്റിനെയും വിട്ടുപോയിട്ടില്ല. ഇല്ലാ അഹ്സാഹാ, അതിനെ ക്ലിപ്തമാക്കി എഴുതിയിട്ടല്ലാതെ ആ ഗ്രന്ഥം നമ്മൾ വാങ്ങാനിരിക്കുന്നതേയുള്ളൂ. നമ്മൾ പറഞ്ഞത്, നമ്മൾ നോക്കിയത്, എല്ലാ കാര്യങ്ങളും അതാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് ഉന്നതനാകുകയാണെങ്കിൽ എത്ര ഔന്നത്യത്തിലേക്ക് പോകാൻ കഴിയും? നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ, നമ്മുടെ സഹവാസങ്ങളിലൂടെ, നമ്മുടെ ക്രിയാത്മകമായ മുന്നേറ്റങ്ങളിലൂടെ. അപ്പൊ എന്ത് വേണം? എൻ്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം പരിശുദ്ധ ഖുർആൻ, എന്ത് തിരക്കുണ്ടെങ്കിലും കുറച്ചു നേരം ഒന്ന് ഖുർആൻ ഓതാനുള്ള ഒരു ഒരു ആവേശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ അതിപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ഷോപ്പിൽ ഇരിക്കുന്നവരാണ്, ജോലിക്ക് പോകുന്നവരാണ്. നമുക്കൊക്കെ എന്ത് ചെയ്യാം? ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഓഫ് ഖുർആൻ സോഫ്റ്റ്വെയർ കയറ്റാം. ഒരു വുളൂ പോലും വേണ്ട, മൊബൈലിൽ നോക്കിയിട്ട് ഖുർആൻ ഓതാന്. അങ്ങനെ എന്ത് ചെയ്യാ? ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് കണ്ട് ഓതാ. പണ്ടത്തെ കാലം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. സാങ്കല്പികമായിട്ട് ഈത്തപ്പനത്തെ തടിയുടെ മുകളിൽ, എല്ലിന്റെ മുകളിൽ, കല്ലിന്റെ മുകളിൽ, തോലിന്റെ മുകളിൽ, മരത്തിന്റെ മുകളിൽ എഴുതി വെച്ച ഖുർആൻ, ആ ഖുർആനൊക്കെ അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ നാവുകളിൽ എത്രയാണ് തത്തിക്കളിച്ചത്. ഇന്ന് ഖുർആൻ എല്ലായിടത്തും ഖുർആൻ, ഷോപ്പുകളിൽ ഖുർആൻ, വീട്ടിൽ ഖുർആൻ, ലിവിംഗ് റൂമിൽ ഖുർആൻ, ഷോക്കേസിൽ ഖുർആൻ, മോതിരത്തിന്റെ വലിപ്പമുള്ള ഖുർആൻ.
ഞാനിപ്പോൾ അടുത്ത് എറണാകുളത്ത് ഒരു സഹോദരൻ, ഒരു ക്രൈസ്തവനായ സഹോദരന്റെ കസ്റ്റഡിയിൽ ലോകത്തെ വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു സൈമൺ എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരന്റെ വീട്ടില് അത്ഭുതപ്പെടുത്തുന്ന ഖുർആന്റെ ഗ്രന്ഥത്തിന്റെ ശേഖരം തന്നെ കിടക്കുകയാണ്. അതില് ഒരു മോതിരത്തിന്റെ ഉള്ളിലെ ഖുർആൻ കണ്ടു. മോതിരം എങ്ങനെയാണ്ട് തുറന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മടക്കായി കിടക്കുന്നുണ്ട്. ഒരു ലെൻസ് വെച്ച് നോക്കുമ്പോൾ 30 ജുസിന്റെ പേജുകൾ അതിനകത്ത് കിടക്കുന്നുണ്ട്. ഇത്ര അത്ഭുതമാണ് ഇതൊക്കെ. ഭീമാകാരമായ ഖുർആൻ, ഹെർബൽ ഖുർആൻ, ആയുർവേദത്തിലെ മരുന്നുകളിൽ നിന്ന് മാത്രം ആ മരുന്നുകളിൽ മുക്കിയെടുത്ത ഖുർആൻ അദ്ദേഹം കാണിച്ചു തന്നു. അതിന് ഇപ്പോഴും ആ സ്മെല്ലുണ്ട്, ഔഷധത്തിന്റെ സ്മെല്ല്. ഹോളി ഖുർആന്റെ ഈ ഗോൾഡൻ ലിപി, സ്വർണത്തിന്റെ ലിപി ഖുർആൻ, ആ ഖുർആൻ അദ്ദേഹം കാണിച്ചു തന്നു. അങ്ങനെ ഖുർആൻ അല്ലെ. എന്നിട്ടും നബി തങ്ങൾ പറയാൻ വമാ ബഖിയ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മു വമാ ബഖിയ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആനിൽ നിന്ന് അതിന്റെ കോപ്പിയല്ലാതെ ഒന്നും, ലിപിയല്ലാതെ ഒന്നും ബാക്കിയായിട്ടില്ല. ഖുർആന്റെ ജീവിതം എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഇസ്ലാമിന്റെ പേരല്ലാതെ ഇസ്ലാമിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇസ്ലാമിന്റെ ജീവിതം നാട്ടിൽ ഒരിക്കലും കാണുന്നില്ല. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആത്മീയതയിലേക്കൊന്ന് മടങ്ങുക. നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ കണ്ണേറ്, ഐന്, ലിസാന്, അൽ ഐനു ഹഖ്ഖുൻ, അൽ ലിസാനു ഹഖ്ഖുൻ, നാവ് സത്യമാണ്, കണ്ണ് സത്യമാണ്. കണ്ണേറ് കിട്ടിയിട്ടുണ്ടാകും, നാവേറ് കിട്ടിയിട്ടുണ്ടാകും. ഇന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ നല്ല ക്ലിയർ ആയിട്ട് 2 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റിയാ നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് എന്താണെന്നറിയില്ല, അമ്മായി എന്ന് പറയുകയാണെങ്കിൽ 3 വട്ടം ആ ഉച്ചരിക്കുന്നുണ്ട്. ഇങ്ങനെ പറയാൻ കഴിയുന്നുള്ളൂ. നല്ല വിഷമത്തിലാണ് എൻ്റെ ഭാര്യയും ഞാനും, നല്ല വിഷമത്തിലാണ് എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഞാൻ പറയാണ്, നമ്മൾ ആദ്യം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചിന്തിക്കണ്ടേ. കാരണം പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾ ടോക്കറ്റീവായി നന്നായി സംസാരിക്കുന്ന കുട്ടികളാണെങ്കിൽ മാഷാ അല്ലാഹ് പറയണം. കേൾക്കുന്നവര് കാണുന്നവര് മാഷാ അല്ലാഹ് പറയണം. വേറുള്ളവരെ മാതിരിയല്ല. നമ്മൾ ഈ വൈകുന്നേര സമയത്ത് കുട്ടികളെ പുറത്തേക്ക് ഇറക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം പ്രകൃതിയിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. പിശാചുക്കള് നന്നായി പുറത്തിറങ്ങുന്ന സമയമാണ്. നമ്മൾ പ്രതിരോധ ശക്തി വലിയോലത്ര കുട്ടികൾക്കില്ല എന്ന് മെഡിസിന്റെ വിഷയത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ, ഇത്തരം കാര്യങ്ങളിലും വേണം മനസ്സിലാക്കാൻ. കാരണം കുട്ടികളിൽ ഈ പിശാചുക്കൾ കയറിക്കൂടാനുള്ള സാധ്യത വലിയ ആൾക്കാരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മഗ്‌രിബാങ്ക് കൊടുത്താൽ കുട്ടികളെ പുറത്തേക്ക് ഇറക്കരുത് എന്ന് പഴയ ഉമ്മമാര് പറയുന്നുണ്ടെങ്കിൽ അതിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പഴയ ഉമ്മമാര് പറയണ എല്ലാം ശരിയാണ് എന്നല്ല ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. ചില കാര്യങ്ങളിലൊക്കെ ഫായിദ ഉണ്ടാകും, എന്നാൽ ചില കാര്യങ്ങളിലൊന്നും വലിയ ഫായിദ ഒന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിനി കാലാട്ടിയാൽ ഇമ്മിയും പാപ്പിയും മരിച്ചു പോകുന്നു, വലിയ പേടിയായിരുന്നു അല്ലേ. ഇപ്പൊ ഒന്നും 10, 40, 50 വയസ്സുള്ള ആൾക്കാർ വലിയ ഐക്കട്ടുമ്മലൊക്കെ കുത്തിരിക്കുകയാണെങ്കിൽ കട്ടിൽ അത്യാവശ്യം ഉയരുണ്ടെങ്കിൽ കാലാട്ടാൻ പൂതിയൊക്കെ ഉണ്ടാവും, പക്ഷെ ആട്ടൂല. എന്തേ? അതന്ന് പറഞ്ഞ് പേടിപ്പിച്ചതാണ്. അപ്പൊ എന്താ സംഭവം? അതിൻ്റെ ഒരു കെമിസ്ട്രി ആലോചിക്കുമ്പോൾ അന്നത്തെ അടുക്കളയില് ഈ ക്യാബിന്, അതുപോലെ തന്നെ ഷെൽഫുകൾ, അലമാരി ഇതൊക്കെ കുറവാണെന്ന് മാത്രമല്ല, അന്ന് ഭക്ഷണത്തിൽ മാക്സിമം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെ മണ്ണിന്റെ പാത്രമാണ്. അപ്പോൾ അടുക്കളയിൽ ഒരു ഐക്കട്ടിലും ഉണ്ടാവും. അപ്പോൾ ഈ മണ്ണിന്റെ പാത്രം അതിങ്ങനെ കൈകേമ്പ് അതൊന്നിന്റെ മുകളിൽ ഒന്നിങ്ങനെ അട്ടിക്കട്ടിക്ക് ഐക്കട്ടിലെ ചോട്ടിലെ കൊണ്ടുപോയി വെക്കല്. ഇതിന്റെ മുകളിൽ പോയി ഇരിക്കണ കുട്ടികളെങ്ങാനും കാലാട്ടിയാ പിന്നെ അപ്പൊ എന്ത് ചെയ്തു? ഇതിന്റെ ഒരു ഹദ് വേണമല്ലോ, ഇത് ജന്മത്തിൽ ഞാട്ടാൻ പാടില്ലല്ലോ. അപ്പൊ അതിനും വേണ്ടി പറഞ്ഞാണ് ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയും പാപ്പിയും ഇന്നിപ്പോ മാങ്കുടുക്കാന്ന് പറഞ്ഞ സാധനം വംശനാശം സംഭവിച്ചു പോയി. എല്ലാ അടുക്കളയിലും ക്യാബിന്, ഡോറ് ഇതൊക്കെ വന്നു. അടുപ്പുകളൊക്കെ ഗ്യാസിന്റെ അടുപ്പായി. എല്ലാ സിസ്റ്റം വന്നപ്പോഴും അന്ന് കേട്ട് പഠിച്ച ആള് 10-50 വയസ്സിലേക്ക് എത്തി നിൽക്കുമ്പോഴും ഒരു ബടാപ്പുറത്തൊന്ന് ഇരുന്ന് സ്വസ്ഥമായിട്ടൊന്ന് കാലാട്ടാൻ പൂതിയാവുമ്പം ആ പറഞ്ഞ വർത്താനാണ്ട് ഓർമ്മ വരും. അപ്പോൾ ചില കാര്യങ്ങളുടെ സൈക്കോളജിയൊക്കെ നമ്മൾ പരിധി നോക്കുമ്പോൾ ഒരു കിതാബിലും കാണൂല. പക്ഷേ അത് ഈമാൻ കാര്യത്തിന്റെ, ഇസ്ലാം കാര്യത്തിന്റെ അപ്പുറത്തെ നമ്മളെ ഉള്ളിൽ രൂഢമൂലമായി കടന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ, മാമൂലി എന്ന് പറഞ്ഞ സാധനമാണല്ലോ മാമൂലാത്തായി മാറിയത്. ഈ മാമൂലി തൗർപ്പർ എന്ന് ഇംഗ്ലീഷ് ഉറുദുക്കാർ പറയണ മാതിരി ചില മാമൂലുകൾ നമ്മുടെ ഉമ്മമാര് പറയുന്നതിൽ കഴിവുണ്ട് എന്നുള്ളതും വേണം നമ്മൾ വിശ്വസിക്കാൻ. അത് പുറത്തൊന്നും ചിലപ്പോൾ നോക്കിയാൽ അങ്ങനൊന്നും മനസ്സിലാവില്ല. ഈമാനിലും ഈ വ്യത്യാസം ഈമാനിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2018 വല്യമ്മയും അള്ളണ്ട് തന്നെ പറയണത് അല്ലേ. 1985 വല്യമ്മയും അള്ളണ്ട് തന്നെ പറയണത്. പക്ഷെ 2018 വല്യമ്മാനോട് കണ്ട് അള്ളണ്ടോന്ന് ചോദിച്ചു നോക്കണ്ടി ഉണ്ട് എന്ന് പറയും. നെക്സ്റ്റ് ചോദ്യം, എന്താ ഉള്ളതിന് തെളിവ്?
അവരെ പുതിയ വല്യമ്മ പറയും, ഈ കാണുന്ന ആകാശം, ഈ കാണുന്ന ഭൂമി, ഈ കാണുന്ന പർവ്വതം, ഈ കാണുന്ന കുന്ന്, ഈ കാണുന്ന പാടം, ഈ കാണുന്ന മേട്, ഇതിന്റെയൊക്കെ പിന്നിൽ there is a creator, ഒരു സൃഷ്ടാവുണ്ട്, അത് അല്ലാഹുവാൻ. അപ്പൊ തെളിവെല്ലാം ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് വലിയൊരു വിശദീകരണമായിരിക്കും. 955 വല്യമ്മാന്റെ അടുത്ത് പോയാണ്ട് അള്ളണ്ടോ ഉണ്ട്, എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ പിന്നെ മറുപടി ഒന്നും ഉണ്ടാവില്ല. കിട്ടണത് മട്ടലാണെങ്കിൽ മട്ടല്, ബർഗാണെങ്കിൽ ബർഗ്, കമ്പാണെങ്കിൽ കമ്പ്, ഇതെടുത്തിട്ട് ഓടുകയാണ്. അള്ളുണ്ട് എന്നുള്ളതിന് എനിക്ക് ഇനി തെളിവ് മാണല്ലേ. അപ്പം ഈ ഈമാനും രണ്ടും ഈമാൻ തന്നെയാണല്ലോ. 2018 വല്യമ്മ അള്ളല്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. മാത്രല്ല ഉണ്ട് എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ തരും ചെയ്തൊക്കെയാണല്ലോ. എന്നിട്ടും നമ്മൾ പറയണത് 955 വല്യമ്മാന്റെ ക്ലാരിറ്റി ഈ ഈമാനിലില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താ, അവർക്ക് അള്ളാ ഉണ്ട് എന്നതിന്റെ തെളിവ് അന്വേഷിക്കൽ പോലും തെറ്റായിരുന്നു. അപ്പൊ കാര്യകാരണങ്ങളില്ലാതെ ദീനിനെ ഉൾക്കൊണ്ട ആൾക്കാരാണ്. അതിൽ മുത്തലഖൻ പ്രത്യേകിച്ച് കൈതൊന്നും വെച്ചിട്ടില്ല. കാര്യകാരണങ്ങളില്ലാതെ അള്ളാഹുവിന്റെ ദീനിനെ ഉൾക്കൊണ്ട ആളുകളാണ് ആ പഴയ ആൾക്കാർ. അവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റണ്ടായിട്ടില്ലല്ലോ. അന്ന് നമ്മളെ നാട്ടിൽ കൂടെ ജീവിച്ചു പോകുന്നൊരു അൽവിയാക്ക, ഫോർ എക്സാമ്പിൾ, അൽവിയാക്ക ഒരു സ്കൈ ബ്ലൂ കളർ ഷർട്ടാണ് ഇടലെങ്കിൽ, ആകാശനീല കളറുള്ള ഷർട്ടാണ് ഇടലെങ്കിൽ, എല്ലാ പെരുന്നാൾ വന്നാലും പുതിയ ആകാശനീല കളർ ഷർട്ട് വാങ്ങാൻ തന്നെ അൽവിയാക്ക പോകുള്ളൂ. അത് ഇത്ര മടക്കി വെക്കുമെങ്കിൽ നമ്മൾ കണ്ടത് മുതൽ ആ മടക്കം അവിടെ ഉണ്ടാവും. തോളിലൊരു ചാലുമുണ്ട് ഇടുമെങ്കിൽ ആ ചാലുമുണ്ട് ഇടാതെ അങ്ങാടി കണ്ടിറങ്ങിയ ചെറുപ്പക്കാർ പറയാം, അൽവിയാക്ക എന്തോ ഒരു കുറവുകളെ മേത്തുണ്ടല്ലോ, കുട്ടി എന്റെ മുണ്ട് ഞാൻ മറന്നുവെച്ചതാണ്. എന്തേ, അതൊരു ഒരു സ്റ്റാറ്റസ് ആയിരുന്നു. അത് നമ്മൾ പറയില്ലേ, നമ്മള് വാട്സപ്പ് സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ആയിരുന്നു. അലബിക്ക എന്ന് പറയുന്ന ഒരു കാരണോല് നമ്മളെ നാട്ടിൽ കൂടെ അങ്ങനെ ജീവിച്ചു പോയത്. ആ ഒരു കൈലിമുണ്ട്, ആ ഒരു കഞ്ഞിപ്പുറാക്ക് ബനിയന്, ആ ഒരു പീച്ചാത്തി, ആ ഒരു നാടൻ ഭാഷ, ആ ഒരു നിലപാട് മാറാത്ത നിലപാടായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇന്ന് നമ്മളെ പുതിയ നൂറ്റാണ്ടിൽ നമ്മളെ ഭാഷ മാറി, നമ്മുടെ സ്വഭാവം മാറി, നമ്മളെ ഇടപെടലുകൾ മാറി, എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നു. അന്ന് ഗുഹാവാസിയായി മനുഷ്യൻ ജീവിതം തുടങ്ങിയ സമയത്ത് നമ്മളെ കൂടെ ജീവിച്ച കാക്ക അന്ന് ഈ ഉണങ്ങിയ മരത്തിന്റെ കൊമ്പ് കൊക്കിൽ ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് പാറിപ്പോകാണ് കൂടുണ്ടാക്കാൻ. അപ്പോൾ മനുഷ്യൻ ഗുഹാവാസിയാ. ആ മനുഷ്യൻ പിന്നെ ഓലമേഞ്ഞ വീട്ടിക്ക് മാറി, ആ മനുഷ്യൻ പിന്നെ ഓടിട്ട വീട്ടിക്ക് മാറി, ആ മനുഷ്യൻ പിന്നെ ടെറസിട്ട വീട്ടിക്ക് മാറി, ആ മനുഷ്യൻ പിന്നെ ഫ്ലാറ്റിക്ക് മാറി, ആ മനുഷ്യൻ പിന്നെ അപ്പാർട്ട്മെന്റിലേക്ക് മാറി, വില്ലയിലേക്ക് മാറി. ആ മനുഷ്യൻ പിന്നെ 2022 ചന്ദ്രനിലേക്ക് കുടുംബസമേതം യാത്ര പോകും എന്ന് ലോകത്തോട് പ്രഖ്യാപനം നടത്തി. ഗുഹാവാസിയായി ജീവിതം തുടങ്ങിയ നമ്മളെ കൂടെ കൊക്കിൽ ഉണങ്ങിയ കൊമ്പും ചില്ലി എടുത്തുകാണ്ട് കൂടുകൂട്ടി ജീവിതം തുടങ്ങിയ കാക്ക നമ്മൾ ചന്ദ്രൻക്ക് പോകാൻ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മളോട് പറയാ, നമ്മൾ നിലപാട് മാറിയിട്ടില്ലട്ടോ. ഇപ്പൊ അടുത്ത മലയാള മനോരമന്റെ 1-ാം പേജിലുണ്ടായിരുന്നു ഒരു കൊടക്കമ്പി കൊക്കിൽ ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് പാറിപ്പോകുന്ന ഒരു കാക്കന്റെ ഫോട്ടോ, നല്ലൊരു സ്നാപ്പിൽ ഫോട്ടോഗ്രാഫർ ഒപ്പിയെടുത്തിട്ട് പിറ്റേന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചാണ്. കാക്കയും ഹൈടെക്കായി. ഈ കാക്കക്ക് സംസാരശേഷി ഇല്ലാതെ പോയത് മനോരമന്റെ ഭാഗ്യം. നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? കാരണം മനുഷ്യന്മാരെ എന്നെ ഹൈടെക് ആക്കി നിങ്ങളാണ്. ഒരു മരത്തിന്റെ കൊമ്പ് ഇവിടെ കിട്ടാൻ പോയി ഞങ്ങളെ വികസനം കൊണ്ട്. കൊടക്കമ്പിയാണെങ്കിൽ കൊടക്കമ്പിയെ ശരണം എന്ന് പറയേണ്ടി വന്നു എന്ന് കാക്ക പറയില്ലേ? ആരാ മാറ്റിയത്? അല്ലാഹു തആല പറഞ്ഞു, ഈ ഭൂകമ്പം, ഈ പ്രളയം, ഈ സുനാമി, ഈ എർത്തുക്കൈക്ക്, ഈ വോൾക്കാനോ, ഈ അഗ്നിപർവ്വതം, ഇതിന്റെയൊക്കെ പിന്നിൽ ബിമാ കസബത ഐദിൻ നാസ്, നാസിനെ തന്നെ അല്ലാഹു പറയുന്നത്. ഇത്ര ജീവികൾ ഇവിടെ ഉണ്ട്. എന്നിട്ട് പറയാൻ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത ഐദിൻ നാസ്. കടലിനെ മുഴുവൻ പരിചയിച്ച് 2-3 പ്രാവശ്യം കടല് മുഴുവൻ ചുറ്റി ഭൂമിയെ തന്നെ ചുറ്റിയ അഭിലാഷ് ടോമി ഈ അടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ഓസ്ട്രേലിയൻ മഹാസമുദ്രത്തിന്റെയും ഇടയിൽ ഇവിടുന്ന് 13,500 കിലോമീറ്ററുകൾക്കപ്പുറത്ത് കടലിൽ ആരോരുമില്ലാതെ തന്റെ പാഴ്വഞ്ചിയിൽ കുടുങ്ങിക്കിടന്നപ്പോ ദിശ തെറ്റി വന്ന കാറ്റിലും പ്രളയത്തിലും തന്റെ പായ്വഞ്ചിയുടെ തൂണ് തകർന്ന് നട്ടെല്ലിന്റെ മുകളിലൂടെ വീണപ്പോ റഡാർ സംവിധാനത്തിലൂടെ മലയാളി നാവികനായ അഭിലാഷ് ടോമിയെ ഓസ്ട്രേലിയയുടെയും ഫ്രാൻസിന്റെയും സേന കണ്ടെത്തിയപ്പോ അവസാനം പത്രപ്രവർത്തകരോട് അഭിലാഷ് ടോമിയും പറഞ്ഞു, ഇതിന്റെയൊക്കെ പിന്നിൽ മനുഷ്യൻ നിസ്സഹായനാണ് എന്ന് ബോധ്യം വന്നു. എന്താണ് അല്ലാഹു തആല നമ്മളങ്ങനെ പഠിപ്പിക്കുന്നത്? പക്ഷെ മറ്റ് ജീവികളെ നമ്മൾ ചിന്തിക്കുക, ഇതര ജീവികളെ ചിന്തിക്കുക.
അവിടെയാണ് നമ്മൾ സുജൂദ്, നമ്മൾ റുകൂഅ്, നമ്മൾ ഇഅ്തിദാൽ, നമ്മൾ ഇഅ്തിഖാഫ്, നമ്മൾ തഹജ്ജുദ്, നമ്മൾ ഖിയാമുൽ ലൈൽ, ഇങ്ങനെ ഉന്നതനാകേണ്ട ആളാണ്. വേറെ ഒന്നിലൂടെയും കഴിയൂല. ഖൽബിന് സഫുവത്ത് കൂടിക്കഴിഞ്ഞാൽ മമ്പറത്തെ തങ്ങൾ പറയുന്ന പ്രോഗ്രസ് ആണ് നമുക്ക് കിട്ടാനുള്ളത്. എന്തേ, മത്സ്യത്തൊഴിലാളികൾ കടലിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, കടപ്പുറത്തെ തെങ്ങിന്റെ മുകളിൽ ചൂട്ട് കെട്ടണം. അത് ഇന്നത്തെ സംവിധാനത്തിന് കഴിഞ്ഞോ? മമ്പർത്ത തങ്ങൾ പാപ്പ ആ കാര്യം പറയുന്നത് ഒരു വയർലെസ് സംവിധാനത്തിന്റെ കച്ചിത്തുരുമ്പ് പോലും കൈ കിട്ടാത്ത കാലത്താണ്. ഇന്ന് എല്ലാ സംവിധാനമായിട്ട് ഈ അഭിലാഷ് ടോമി ഒന്ന് കണ്ടെത്താൻ സാറ്റലൈറ്റ് സംവിധാനം മുഴുവനായിട്ട് എത്ര ദിവസം പിടിച്ചു? മലേഷ്യയിൽ നിന്നൊരു വിമാനം പുറപ്പെട്ട് 200 ചില്ലാൻ ആൾക്കാരെയും കൊണ്ട് ഈ സകല സംവിധാനം ഉണ്ടായിട്ട് ആ വിമാനം എവിടെയാണ് മറിഞ്ഞത്? കടലിലാണോ ദ്വീപിലാണോ? ഒരംശം പോലും ഇന്ന് പിടുത്തം കിട്ടിയോ? അമേരിക്ക പറയും ഞങ്ങളുടെ വിരലൊന്ന് അമർന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ മുക്കിലും മൂളയിലും ഞങ്ങളുടെ എല്ലാവിധ ചാരക്കണ്ണുകൾക്കും എത്താൻ ശേഷിയുണ്ട്. എന്നിട്ട് എവിടെയാ? അവിടെയാണ് ഒരു സാറ്റലൈറ്റ് സംവിധാനത്തിന്റെ അകമ്പടി പോലുമില്ലാതെ തിരൂരങ്ങാടിയിലെ ഓലമേഞ്ഞ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ പറയുകയാണ്, കടപ്പുറത്തെ തെങ്ങിന്റെ മുകളിൽ ചൂട്ടുകെട്ടണേ. മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾ ഏതാണ് കര ഏതാണ് കടൽ എന്നറിയാതെ, ഒരു നക്ഷത്രം പോലുമില്ലാത്ത, നിലാവ് പെയ്യാത്ത ഇരുട്ടിന്റെ മുകളിൽ ഇരുട്ടുള്ള രാത്രി, അട്ടിയിലട്ടിയിലിരുളിരുളിന്മേൽ കട്ട പിടിച്ചൊരു പാതാളം, ഇല്ലൊരു തൈജസ കീടം കൂടിയും എല്ലാം ഇരുളാണിരുൾ മാത്രം. ഇങ്ങനെ ഇരുട്ട് പരന്ന രാത്രിയിൽ ഖുതുബുസ്സമാൻ വീട്ടിന്റെ ഔത്തന്ന് മത്സ്യത്തൊഴിലാളികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഖൽബിന്റെ ഉള്ളിൽ 2 കണ്ണ് അല്ലാഹു തആല കൊടുത്തോണ്ടാണ്. അപ്പൊ ഔലിയാക്കന്മാർക്ക് ഐനാനി ഫീ ജൗഫിഹി വഐനാനി ഫീ ലഹ്രിഹി. നമുക്കൊക്കെ കണ്ണ് അല്ലാഹു തആല ലഹ്റിൽ മാത്രമാണ് തന്നത്, മോത്ത് മാത്രമാണ് തന്നത്. ഔലിയാക്കന്മാർക്ക് ഐനാനി ഫീ ജൗഫിഹി, ഖൽബിന്റെ ഉള്ളിൽ 2 കണ്ണ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുലൂബുൽ നാരി ഫീന ലഹാ ഉയൂനു തറാമാല യറാഹുന്നാദിറുന. ആരിഫീങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ 2 കണ്ണുണ്ട്. അപ്പോഴല്ലേ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ഇങ്ങനെ വന്നാണ്ട് പറഞ്ഞത്, എന്ത് കുപ്പിന്റെ ഉള്ളിൽ ഒരു പളുങ്ക് കുപ്പിന്റെ ഉള്ളിൽ ഒരു കോഴിമുട്ട എങ്ങനെ ക്ലാരിറ്റിയിൽ കാണും? ആ പറഞ്ഞ മാതിരിയാ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ മുന്നിക്ക് ഇങ്ങനെ വരുന്ന മനുഷ്യന്റെ ഹൃദയം MRI സ്കാൻ ഇങ്ങനെ നടത്താൻ ഈ കണ്ണുണ്ടല്ല, ഈ കണ്ണുണ്ട്. ആര്? മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങള്. എന്നിട്ട് പറഞ്ഞ് ഈ അങ്ങോട്ട് പോ, ഈ ഇങ്ങോട്ട് പോ, ഈ അങ്ങോട്ട് പോ, ഈ ഇങ്ങോട്ട് പോ പറഞ്ഞില്ലേ? ആരൊക്കെ മുരീദാക്കി? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും ലക്ക് പറഞ്ഞോവർ. കളവ് പറയല്ല എന്നും ചൊന്നാരേ കള്ളന്റെ കയ്യില് പൊന്നി കൊടുത്തോവർ. ആ പാരമ്പര്യമാണ് അവരുടെ ബാക്കിക്കാര് എന്ന് പറയുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വേണ്ടത്. അപ്പൊ അത് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ അംശം. വമാ ബഖിയ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മു, ഇസ്ലാം എന്നതിന്റെ പേരല്ലാതെ ബാക്കിയാവൂല. പേരിൽ ഒരു ഇസ്ലാം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. പേരിൽ ഇസ്ലാം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ കമൽ സി ചവറ ഇന്നലെ കമൽ സി നജ്മലായി. അദ്ദേഹം തുറന്നു പറഞ്ഞു, നജ്മൽ എന്ന പേര് ഞാൻ സ്വീകരിക്കാൻ. പക്ഷെ കമൽ സി നജ്മൽ, ഒരു അന്യമതസ്ഥനായ ആൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഞാൻ പറയാണ്, അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു, എന്റെ പേരല്ല എന്റെ നിലപാടാണ് എന്നെ മുസ്ലിമാക്കുന്നത്. നമുക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞോ? ഒരു സഹോദര മതസ്ഥനായ ആൾക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞു. അള്ളാഹു ബോധം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യനായ ഉണ്ണീൻ ഫൈദി ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. 10-30 വർഷക്കാലം ഈ നാട്ടിന് വെളിച്ചം നൽകിയ ആ മനുഷ്യൻ, അദ്ദേഹം ഇപ്പോൾ രോഗാവസ്ഥയിലാണ്. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാൻ.